ഹല്ലേലൂയ. നമ്മുടെ ധ്യാനത്തിന്റെ രണ്ടാം ദിവസത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനത്തിന്റെ വിജയത്തിനു വേണ്ടി ഞാൻ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിന് മാത്രം എന്നും മഹത്വമുണ്ടാകട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഈ രണ്ടാം ദിവസം നമ്മൾ ചിന്തിക്കുന്നത്, കൈകാര്യം ചെയ്യുന്ന വിഷയം, നമ്മൾ നാളെ നല്ലൊരു കുമ്പസാരത്തിന്റെ ദിവസമാണ്. അപ്പോൾ ആ കുമ്പസാരത്തിന് ഒരുക്കമായിട്ടുള്ള ആത്മീയ ചിന്തകളാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് വ്യക്തിപരമായി ഈശോ സംസാരിക്കും. ദൈവവചനത്തിലൂടെ ആയിരിക്കും അത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ചില ആഗ്രഹങ്ങളില്ലേ? എൻ്റെ ബിസിനസ് വിജയിക്കണം, എൻ്റെ സാമ്പത്തിക മേഖല കുറച്ചുകൂടി ഒന്ന് ശക്തിപ്പെടണം, എൻ്റെ മക്കൾക്ക് നല്ലൊരു ഭാവി കിട്ടണം, വിദേശത്തേക്ക് പോകാനുള്ള തടസ്സമൊന്ന് മാറിക്കിട്ടണം, എൻ്റെ കൊച്ചിന്റെ വിവാഹം നല്ല രീതിയിലൊന്ന് നടക്കണം, സാമ്പത്തിക കാര്യങ്ങളൊന്ന് ക്രമീകരിച്ച് കിട്ടണം, ഞങ്ങളുടെ സ്ഥലമൊന്ന് വിൽക്കാൻ ആഗ്രഹിക്കുവാണ്, അതൊന്ന് നടന്നു കിട്ടണം, നല്ലൊരു വീടും കുറച്ച് സ്ഥലവും എടുക്കണമെന്ന ആഗ്രഹമുണ്ട്, എൻ്റെ കുടുംബത്തിൽ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ്, എല്ലാം ഒന്ന് ശരിയായി കിട്ടണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാ പറയട്ടെ, നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിച്ചാലാണ് ഇങ്ങനെയുള്ള ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകുന്നത് എന്നാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു പരാതി ഇങ്ങനെയായിരിക്കും, അച്ഛൻ മുമ്പേ പറഞ്ഞ വിഷയത്തിന് വേണ്ടിയൊക്കെ ഞങ്ങൾ കുറെ പ്രാർത്ഥിച്ചു മടുത്തിരിക്കുകയാണ്, ഇനി പ്രാർത്ഥിക്കേണ്ടത് അങ്ങ് അറിയത്തില്ല. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ മനസ്സ്. എന്നാൽ അതിനു വേണ്ടിയുള്ള ദൈവവചനമാണ് നിങ്ങൾ കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. ചില ദൈവവചനങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നത് നല്ലതാണ്. ദൈവവചനം സ്വീകരിക്കുമ്പോൾ തന്നെ ദൈവവചനത്തിന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ നിറയാൻ തുടങ്ങും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3:3 ശ്രദ്ധിച്ചു കേട്ടെ. സ്നാപക യോഹന്നാൻ ഇങ്ങനെയാണ് വിളിച്ചു പറഞ്ഞത്, കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ. ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധയോടെ നമ്മളൊന്ന് കേട്ടെ, ഒന്ന് ശ്രദ്ധിച്ച്. കർത്താവിന്റെ വഴി ഒരുക്കണം. 2, ദൈവത്തിന്റെ വഴി നേരെയാക്കണം. എങ്ങോട്ടുള്ള വഴി? ഈ ഇടവകയിൽ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ നിങ്ങൾ, നിങ്ങളുടെ ഭവനത്തിലേക്ക്, നിങ്ങളുടെ വീട്ടിലേക്ക് ഈശോയ്ക്ക് കടന്നു വരാനുള്ള ഒരു വഴി നിങ്ങൾ ഒരുക്കി കൊടുക്കണം. നിങ്ങളുടെ ബിസിനസ്സിലേക്ക് അതിനൊരു വിജയം ഉണ്ടാകാൻ ദൈവത്തിന്റെ കടന്നു വരാനുള്ള ഒരു വഴി നമ്മൾ വേണം ഒരുക്കി കൊടുക്കാൻ. 3, നമ്മുടെ മക്കൾക്ക് നല്ല ഭാവി, ബ്രൈറ്റ് ഫ്യൂച്ചർ, നല്ല ഭാവി, മിടുക്കരാകണം, അഭിമാനത്തോടെ വിജയിക്കണം, ജോലി കിട്ടണം. അങ്ങനെ മക്കളുടെ നല്ല ഭാവി ഉണ്ടാകാൻ നിങ്ങളുടെ മക്കളിലേക്ക് ദൈവത്തിന് കടന്നു വരാനുള്ള ഒരു വഴി നമ്മൾ ഒരുക്കി കൊടുക്കണം. അതാണ് ദൈവവചനം ചിന്തിക്കുന്നത്. കർത്താവിന് വഴി ഒരുക്കണം. ആ ഒരുക്കുമ്പോൾ ശ്രദ്ധിച്ച്, ഒരു വഴി നമ്മൾ ഒരുക്കുവാണെങ്കിൽ ആ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ മാറ്റിക്കളയും. അങ്ങനെയല്ലേ നമ്മൾ വഴി ഒരുക്കുന്നത്. ഇപ്പോൾ ഒരു വഴി വേണം, അങ്ങോട്ട് നടപ്പ് വഴി വേണം. നമ്മൾ അന്നേരം ഒരു കത്തി എടുത്തു, ഒരു തൂമ്പ എടുത്തു, നമ്മൾ ആ വഴി കൂടെ നമ്മൾ വെട്ടുകയാണ്, കാടൊക്കെ വെട്ടിക്കളഞ്ഞു, വലിയ കല്ലുകളുണ്ട്, അത് മാറ്റി നമ്മളൊരു വഴി ഒരുക്കുക. എങ്ങനെയാ ഒരുക്കുന്നത്? ആ വഴിയിൽ ഇത്രയും നാൾ തടസ്സമായി നിന്ന പലതിനെയും പറിച്ചു കളഞ്ഞും എടുത്തു കളഞ്ഞുമാ നമ്മൾ വഴി ഒരുക്കുന്നത്. അപ്പൊ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ
ഒരു വഴി ഒരുക്കുമ്പോൾ നമ്മുടെ ഇത്രയും നാളത്തെ ജീവിതത്തിനിടയിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു കൂടിയിട്ടുള്ള പല കല്ലുകളും പല കാടുകളും പല കറകളും ഒക്കെയുണ്ട്. അത് നമ്മൾ മാറ്റണം. പറഞ്ഞേ ഹല്ലേലൂയ. അതിനാധാരമായ ദൈവവചനത്തിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 11-ാം അധ്യായം അതിന്റെ ഹെഡിങ് ലാസറിന്റെ മരണമാണ്. ലാസർ, ശ്രദ്ധിച്ചു കേൾക്കൂ. ഇന്നലെ നിങ്ങൾ കേട്ടതിനേക്കാൾ അല്പം കൂടെ ശ്രദ്ധയോടെ ദൈവവചനം കേട്ടെ. 11-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം ലാസറിന്റെ മരണം എന്നാണ്. മരണം. ലാസർ മരിച്ചിട്ട് എത്ര ദിവസം കഴിഞ്ഞാ ഈശോ വന്നേ? 4. അന്നത്തെ 4-ഉം ഇന്നത്തെ 4-ഉം സെയിം ആണ്. 1, 2, 3, 4. അന്നും 4 പറഞ്ഞാൽ 4, ഇന്നും 4 പറഞ്ഞാൽ 4 ദിവസം. അന്ന് എന്തുണ്ട്? ഫ്രീസർ ഉണ്ടായിരുന്നോ ഇല്ലയോ? അന്ന് മോർച്ചറി ഉണ്ടായിരുന്നോ? ഇല്ല. അന്ന് ഫ്രീസർ ഇല്ല. ഇന്നാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു 5ഉം 10ഉം ദിവസമൊക്കെ നമുക്ക് മോർച്ചറിയിൽ വയ്ക്കാം, ഫ്രീസറിൽ വയ്ക്കാം, കുഴപ്പമില്ല. പക്ഷെ ഈശോയുടെ കാലത്ത് ഈ 2 സംവിധാനങ്ങൾ ഇല്ലായിരുന്നു. മോർച്ചറി ഇല്ല, ഫ്രീസറും ഇല്ല. അങ്ങനെ ഒരു കാലത്തിലാണ് ലാസർ മരിക്കുന്നത്. ഒരു മനുഷ്യൻ മരിച്ചാലുള്ള പ്രത്യേകത നമ്മൾ പറയും നേരത്തോട് നേരമായി എന്ന് പറയും. ഇന്ന് 6 മണിക്ക് മരിച്ചയാൾ നാളെ 6 മണിയാകുമ്പോൾ അയാളുടെ ശരീരം, ആ വ്യക്തിയുടെ ശരീരം വീർക്കും. പിന്നെ വെള്ളം ഒലിക്കാൻ തുടങ്ങും. അപ്പോൾ ആൾക്കാർ പറയും വേഗം അടക്കാൻ നോക്ക്, വേഗം അടക്ക്, വേഗം അടക്ക്. നേരത്തോട് നേരമാകുമ്പോഴേ മനുഷ്യന്റെ ശരീരം രൂപഭാവ മാറ്റങ്ങൾ ഉണ്ടാകും. അങ്ങനെ ലാസർ മരിച്ചു. ഫ്രീസറിൽ വച്ചിരിക്കുന്ന ഒരു ബോഡി അല്ലത്. 4 ദിവസം കഴിഞ്ഞു. 4 ദിവസം ഫ്രീസറിൽ വെക്കാത്തൊരു ബോഡിയുടെ പ്രത്യേകത മാംസം വിട്ടുപോരും. മാംസം അസ്ഥിയിൽ നിന്ന് വിടാൻ തുടങ്ങും. നമ്മൾ എടുത്താൽ, നമ്മുടെ എടുക്കുമ്പോൾ ഒരു സൈഡിലേക്ക് മറിച്ചിട്ടാൽ ഒരു ഭാഗം വിട്ടുപോകും. 4 ദിവസം കഴിഞ്ഞാൽ ഈശോ ലാസറിന്റെ ഭവനത്തിൽ വരുന്നത് 4-ാമത്തെ ദിവസമാണ്. അതായത് ലാസറിന്റെ അസ്ഥിയിൽ നിന്ന്, എല്ലിൽ നിന്ന് മാംസം വിടാൻ തുടങ്ങിയ സമയത്ത്, ചീഞ്ഞ് രൂപം മാറിക്കഴിഞ്ഞ സമയത്താണ് ഈശോ വരുന്നത്. ഈശോ വന്നത് ലാസറിന്റെ വീട്ടിലേക്ക്. ഭാവനയിൽ നിങ്ങളൊന്ന് കണ്ടേ. ഈശോ വരുന്നു, സഹോദരിയോട് ചോദിക്കുകയാണ്, വീട്ടിൽ കയറുന്നതിന് മുമ്പ് ചോദിക്കുവാണ്, ലാസറിനെ എവിടെ അടക്കിയിരിക്കുന്നേ, എവിടെ അടക്കിയിരിക്കുന്നെന്ന് കാണിച്ചു കൊടുത്തു. അപ്പൊ ലാസറിന്റെ സഹോദരിയാണ് കാണിച്ചു കൊടുത്തത്. ഇത് അവിടെ അടക്കിയിരിക്കുന്നു പറഞ്ഞു. ഈശോ ലാസറിന്റെ ശവകുടീരത്തിങ്കിൽ വന്നു. ഏകദേശം ഒരു കൈ നീട്ടിയാൽ ആ സിമിത്തേരി അല്ല കല്ലറയിൽ തൊടാൻ പാകത്തിന് ഒരു കൈയെത്തുന്ന ദൂരത്തിൽ ഈശോ ലാസറിന്റെ സിമിത്തേരി ആ കല്ലറയുടെ അടുത്ത് വന്നു നിന്നു. ഒരത്ഭുതവും ചെയ്തില്ലേ? ഈശോ അവിടെ നിന്നപ്പം ഈശോ കണ്ടതെന്താ? ലാസറിന്റെ ശരീരമാണോ കണ്ടത്? ലാസറിനെ ഉയർപ്പിക്കാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഈശോ കണ്ടത് ആ ശവകുടീരത്തിന്റെ മുമ്പിൽ ഒരു കല്ല് ഉരുട്ടി വച്ചിരിക്കുന്നത് കണ്ടു. ഒരു കല്ല് അവിടെ ഇരിക്കും. ഒരു കല്ല് നമ്മുടെ നാട്ടിലുള്ള ഒരു കല്ല്. ഈശോ വന്നത് എന്തിനാ? ലാസറിനെ ഉയർപ്പിക്കാൻ, ഒരു അത്ഭുതം ചെയ്യാനാ വന്നേ. പക്ഷെ കണ്ടതോ? അങ്ങനെ ഒരു അത്ഭുതം നടക്കാൻ ഒരു കല്ല് അവിടെ തടസ്സമായിട്ടിരിക്കുക. ഈശോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഈശോ അവിടെ നിന്നിട്ട് അവരോട് പറഞ്ഞു, കൈ ചൂണ്ടി പറഞ്ഞു, ആ കല്ല് അവിടെ നിന്ന് എടുത്തു മാറ്റുക. ഹല്ലേലൂയ. ആരാണ് ഈശോ? മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ള ഈശോയാ വന്ന് നിൽക്കുന്നേ. ചീഞ്ഞഴിഞ്ഞു പോയ ശരീരം ഇപ്പോ ഒരു സെക്കൻഡിനുള്ളിൽ ജീവനോടെ ഇപ്പൊ നടന്നിങ്ങോട്ട് വരും. അത്രയും കഴിവുള്ള ഈശോയ്ക്ക് ആ കല്ല് മാറ്റാനുള്ള ആരോഗ്യം ഇല്ലായിരുന്നോ? ഈശോ അവിടെ നിന്നിട്ട് പറഞ്ഞു, ആ കല്ല് ഒരു തടസ്സമാണ്. ആ മലയാള വാക്ക് ശ്രദ്ധിച്ചു നോക്കിയ സെന്റൻസ്. ആ കല്ല് ഉരുട്ടി മാറ്റാനാണോ പറഞ്ഞേ? എടുത്തു മാറ്റാനാണോ പറഞ്ഞേ? എടുത്തു മാറ്റാനാ പറഞ്ഞേ. എടുത്തു മാറ്റുന്നതും ഉരുട്ടി മാറ്റുന്നതും എന്താ വ്യത്യാസം? നമ്മൾ ഇത്രയും നാൾ കുമ്പസാരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ചില കല്ലുകൾ എടുത്തല്ല മാറ്റിയ ഉരുട്ടി കളിച്ചോണ്ടിരിക്കുക. ഉരുട്ടുന്ന അങ്ങോട്ട് ഉരുട്ടും ഇങ്ങോട്ട് ഉരുട്ടും. ഇന്ന് 2 പാവം കുമ്പസാരിക്കും, നാളെ അതേ പാവം ചെയ്യും. നമ്മൾ ഈ ഉരുണ്ടുകളി തുടങ്ങിയിട്ട് കുറെ കൊല്ലമായി.
നമ്മൾ 20-ാമത്തെ വയസ്സിൽ കുമ്പസാരിച്ച അതേ പാപമാണ് ഇപ്പോൾ 85-ാമത്തെ വയസ്സിലും ഏകദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉരുട്ടിക്കളിയാണ്. നമ്മൾ ആ കല്ല് അങ്ങോട്ടൊന്ന് ഉരുട്ടും. ആരോ നമ്മളോട് പറഞ്ഞു വിസ ശരിയായി കിട്ടും ഓസ്ട്രേലിയക്കുള്ളത്, നന്നായിട്ടൊന്ന് കുമ്പസാരിക്കുക. അപ്പോൾ ആ വിസ ശരിയാകാൻ വേണ്ടി നമ്മൾ ഈ കല്ല് ഉരുട്ടി അങ്ങോട്ട് വെച്ചു. ഓസ്ട്രേലിയ ചെന്ന പാടെ ആ കല്ലെടുത്ത് തിരിച്ച് അവിടെ തന്നെ വെക്കും. അടുത്ത ആവശ്യം വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഉരുട്ടും. നമ്മൾ ഉരുട്ടിക്കളിയാ. ഈശോ പറഞ്ഞത് ആ കല്ല് ഉരുട്ടാനല്ല പറഞ്ഞ്, ആ കല്ല് അവിടുന്ന് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഈശോ പറഞ്ഞു. ഇപ്പൊ അവിടെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പോൾ ഈശോ ഇത് പറയുമ്പോൾ ഈശോ ഒറ്റയ്ക്കല്ല, കുറെ ആൾക്കാരുണ്ട്. ഇപ്പോൾ അവിടെ നിൽക്കുന്ന കുറെ ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? നമ്മളാണ് ചിന്തിക്കത്തില്ലേ? പിന്നെ ഒരു കല്ലാണോ ഇപ്പൊ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ അവിടെ ഇരിക്കുന്ന ആ ഒരു ചെറിയ പേട്ട് കല്ലാണോ ഇപ്പൊ ഈ പ്രശ്നമല്ല? ഇപ്പൊ ആ കല്ല് മാറ്റിയാൽ ഇപ്പൊ അത്ഭുതം നടക്കാൻ പോവല്ലേ? കല്ല് മാറ്റിയാൽ ഇപ്പൊ എന്റെ കടബാധ്യതയൊക്കെ മാറാൻ പോവല്ലേ? കല്ല് മാറ്റിയാൽ എന്റെ കൊച്ചിന് ഇപ്പൊ നല്ലൊരു ഭാവി ഉണ്ടാകാൻ പോവല്ലേ? കല്ല് മാറ്റിക്കഴിഞ്ഞാൽ എനിക്കൊരു നല്ലൊരു വീട് ഉണ്ടാകാൻ പോവല്ലേ? ആരാ പറഞ്ഞ കല്ല് മാറ്റിയാൽ ഇത്രയും സംഭവം നടക്കുന്നു? കല്ല് മാറ്റിയാൽ മരിച്ച് ചെയ്യാൻ തുടങ്ങിയ ആള് തിരിച്ചു വരുവോ? അവിടെയുള്ള ആൾക്കാർ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? പിന്നെ കല്ലാണോ ഇപ്പൊ പ്രശ്നം? കല്ലാണോ? ഈശോ പറഞ്ഞു ആ കല്ല് നിങ്ങൾ മാറ്റുന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോവാ, ഒരത്ഭുതവും ചെയ്യത്തില്ല അവിടെ. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചേ, നമ്മുടെ ഭവനങ്ങളിൽ ഇപ്പോൾ ഈ നല്ല ഇടവകയിൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ അടുത്ത് വളരെ ക്ലോസ് ആയി ഈശോ വന്ന് നിന്നിട്ട് നമ്മളോട് ദൈവവചനത്തിലൂടെ പറയുകയാണ്, ആ പാപത്തിന്റെ കല്ല് എടുത്തു മാറ്റണം. നമ്മളോടാ പറയുക, നിങ്ങൾ ആ നുണ പറയുന്ന ആ സ്വഭാവമില്ലേ, അത് എടുത്ത് മാറ്റണം. നിങ്ങളുടെ കുടുംബത്തിൽ ഈ ഇല്ലാത്തതും ഉള്ളതും പറയുന്നൊരു സ്വഭാവമില്ലേ, അത് എടുത്തു മാറ്റണം. നിങ്ങൾ ഇത്രയും നാള് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റായ ബന്ധമില്ലേ, ആ ഒരു കല്ല് അത് ഉരുട്ടരുത്, അതെടുത്തു മാറ്റണം. അത് ചേർന്നതല്ല. നിങ്ങളുടെ മദ്യപാനം അത് കുടുംബത്തിനൊരു തടസ്സമായിക്കൊണ്ടിരിക്കുക, അതെടുത്തു മാറ്റണം. പുകവലിക്കുന്ന ശീലം ഈശോ നമ്മളോട് പറയുക, എടുത്തു മാറ്റണം. അപ്പൊ നമ്മൾ ചിന്തിക്കും, പിന്നെ ഒരു പുകവലി നിർത്തിയെന്നോർത്താണ് ഇപ്പൊ അത്ഭുതമൊക്കെ നടക്കാൻ. ഇപ്പൊ അതാണോ പ്രശ്നം? ഞാനൊരു 2 ബീഡി വലിക്കുന്നതാണോ ഇപ്പൊ പ്രശ്നം? ഞാനൊരു ചെറിയ സ്മോള് കഴിക്കുന്നതാണോ പ്രശ്നം? ഇവിടെ ഈശോ പറഞ്ഞു ആ കല്ലൊരു പ്രശ്നമാണ്, ആ കല്ലൊരു പ്രശ്നമാണ്. ഇത് നമ്മളോടൊക്കെ ഈശോ പറയാൻ തുടങ്ങിയിട്ട് കുറെ കൊല്ലമായതാ. പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഈശോ ആ കല്ല് മാറ്റാൻ വേണ്ടി എന്തേലും ചെയ്തോ? ഞാനിങ്ങനെ പ്രതീക്ഷിച്ചായിരുന്നു ഈശോ ആ കല്ലിന്റെ അറ്റത്തൊന്ന് പിടിക്കൂന്ന്. ഒരു സഹകരണം വേണ്ടേ? ആ കല്ലേലൊന്ന് പിടിച്ച് ഒരു 2 പേരും കൂടെ ഒന്ന് അവിടെ നിന്ന് പിടിച്ചടാ, ഇത് ഇങ്ങോട്ടൊന്ന് വെക്കാനാന്ന് പറയാൻ പാടില്ലേ? ഈശോ അവിടെ നിന്നിട്ട് അവിടെയുള്ളവരോട് പറഞ്ഞു അതെടുത്തു മാറ്റാൻ പറഞ്ഞു. ബൈബിളിൽ 11-ാം അധ്യായം 41-ാമത്തെ വാക്യം, അവർ അവിടെ നിന്നിത് കേട്ടവർ അവിടെ ചിന്തിക്കാൻ പോയില്ല, അതിന്റെ ഫിലോസഫി എന്നാന്ന് വ്യാഖ്യാനിക്കാൻ പോയില്ല, ആ ഒരു കാര്യത്തെ വിമർശിക്കാൻ പോയില്ല, അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യം എന്താന്ന് പഠിക്കാൻ പോയില്ല. അവർ അന്നേരെ ആ കല്ല് അവിടെ നിന്ന് എടുത്ത് മാറ്റി. പറഞ്ഞു ഹല്ലേലൂയ. ആ കല്ല് അവിടുന്ന് മാറ്റി. പ്രിയപ്പെട്ട ശ്രദ്ധിച്ചേ, കല്ല് മാറ്റിയതിന് ശേഷമാണ് ഈശോ അത്ഭുതം ചെയ്തത്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു നല്ല കുമ്പസാരം നടത്തുമ്പോൾ മാത്രമല്ല, നമ്മൾ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന ചില പാപങ്ങൾ ഉരുട്ടിക്കളിക്കുമ്പോഴല്ല, അതെടുത്ത് ദൈവമേ അത് എന്നേക്കുമായി ഞാൻ അത് ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോഴാ എന്റെ കുടുംബത്തിൽ, എന്റെ സാമ്പത്തിക മേഖലയിൽ, എന്റെ തലമുറകളിൽ, എന്റെ ബിസിനസ്സിൽ, ഞാൻ ചെയ്യുന്ന കൃഷിയിൽ ദൈവത്തിന്റെ അത്ഭുത ശക്തി വെളിപ്പെടുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഈശോ പറഞ്ഞു ഒരു കല്ലെടുത്തു മാറ്റാൻ. കല്ല് എന്താണ്? ആ കല്ല് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തരോടും നിങ്ങളുടെ മനസാക്ഷി പറയും, അതാണല്ലോ കല്ല്. നിങ്ങളോടിപ്പോൾ നിങ്ങളുടെ മനസാക്ഷി പറയും ഏതാ കല്ലെന്ന്. ഇനി ഞാൻ ബൈബിളിൽ നോക്കി ഏതാ ഈ കല്ലെന്ന്.
ബൈബിളിൽ കുറച്ച് കല്ലുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കല്ലുകളുടെ പേര് കൊടുത്തിരിക്കുക. കേൾക്കുമ്പോൾ നമുക്ക് നിസ്സാരമായി തോന്നുന്ന ചില കല്ലുകളാണ് അത്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വാക്യമാണ്. ശ്രദ്ധിച്ചു കേട്ടെ. ഈശോ പറയുവാണ്, നിങ്ങൾ എടുത്തു കളയേണ്ട കല്ലുകളെ കുറിച്ച് പറയുക. 21-ാം അധ്യായം 7-ാം മർക്കോസിന്റെ സുവിശേഷം 7:21. എന്തെന്നാൽ ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്നാണ്, അല്ല മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ്. എന്താ കുറച്ച് കല്ലുകൾ പറയാണ്. ദുഷ്ചിന്ത. ഒരു കല്ലിന്റെ പേരാണെന്ത്? ദുഷ്ചിന്ത എന്ന ഒരു കല്ല്. നമുക്ക് തോന്നുമ്പോൾ നിസ്സാരമായിട്ടും ദുഷ്ചിന്ത. നോക്കിക്കേ, ഇന്ന് നമുക്ക് നന്നായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള എത്ര പേരുണ്ട്? നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളെ കുറിച്ച് നമ്മുടെ ബുദ്ധിയിൽ ഇപ്പോ ദുഷ്ചിന്തയാണ്. കാര്യം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഏറ്റവും അടുത്തൊരു കസിനാണ്, ഏറ്റവും അടുത്ത ആളാണ്. പക്ഷെ എന്റെ മനസ്സിൽ പിശാച് തോന്നിപ്പിക്കുന്നത് ആ വ്യക്തിയെ കുറിച്ചുള്ള നല്ല ചിന്തയല്ല, ദുഷ്ചിന്ത. നോക്കിയ ദുഷ്ചിന്ത ഒരു കല്ലാണ്. ആരെ കുറിച്ചും നല്ലത് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ദുഷ്ചിന്തയൊക്കെ സ്വാഭാവികമല്ലേന്നാ നമ്മളൊക്കെ സാധാരണ ഓർക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന ഒരു കൊച്ച്. അപ്പൻ മലഞ്ചരക്ക് കച്ചവടമാണ്, അമ്മ സ്കൂളിലെ ടീച്ചറാണ്. അപ്പന് ബിസിനസ്സാണ്. സാമാന്യ സാമ്പത്തികമുള്ള കുടുംബമാണ്. അപ്പോൾ ഈ കൊച്ചിനെ സ്കൂളിലെ ടീച്ചർമാർ കുറച്ചു നാളായി പരിശോധിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവൻ സ്കൂളിൽ വന്നാൽ ഒരു 3 കൂട്ടുകാരോടൊത്ത് ഒളിച്ചു കളിയാ. ഇന്റർവെല്ലിന്റെ സമയത്തും ഒരു ഒറ്റപ്പെട്ട് മാറി നിൽക്കുക. അപ്പോൾ എന്തോ ഒരു കള്ളത്തര ഇവരിലുണ്ടെന്ന് ടീച്ചർക്ക് തോന്നി. ടീച്ചർ മറ്റ് ടീച്ചർമാരോടൊന്നും പറഞ്ഞില്ല, ഇവരെ ഇങ്ങനെ ഫോളോ ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ടീച്ചർക്ക് മനസ്സിലായി ഇതിലൊരു കുട്ടിയുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടെന്ന് മനസ്സിലായി. ഒരു ഫോൺ, ടച്ച് ഫോൺ ഉണ്ടെന്ന് മനസ്സിലായി. ഈ ടച്ച് ഫോണിൽ ഇവര് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരിക്കും എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്ന്. എന്നാൽ ഇവരുടെ മുഖത്തൊരു കള്ളത്തരവും ഒരു പതുങ്ങിക്കളിയും ഒരു തട്ടിപ്പുണ്ടെന്ന് മനസ്സിലാക്കി ടീച്ചർ ഇത് ഫോളോ ചെയ്ത് ഇത് ഉച്ച സമയത്ത് ഇവരുടെ അടുത്ത് പോയി. ഇവര് കണ്ടില്ല, പാവം പിള്ളേര്. ഈ ഫോണിങ് പിടിച്ചപ്പോഴറിഞ്ഞ് ഈ ഫോണിങ് മേടിച്ചു. ഫോണിൽ മേടിച്ചപ്പോൾ ഫോണിൽ ഒരു വീഡിയോ നടന്നുകൊണ്ടിരിക്കുക. ആ വീഡിയോ ഒരു സ്ത്രീ കുളിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഈ ടീച്ചർ ഇത് മേടിച്ച് ഇത് സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി ഇത് കാണിക്കാതെ തന്നെ പറഞ്ഞു, ഇത് നമ്മുടെ ഇന്ന ക്ലാസ്സിലെ ഇന്ന കുട്ടിയുടെ അടുത്തുനിന്ന് പിടിച്ചെടുത്താന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പ്രധാന അധ്യാപകരെല്ലാം ഇരുന്ന് വീട്ടിൽ നിന്ന് ആളെ വിളിപ്പിക്കാൻ തീരുമാനിച്ചു. അന്നേരം തന്നെ ഫോൺ വിളിച്ച് മലഞ്ചരക്ക് കച്ചവടം നടത്തുന്ന അപ്പനെ വിളിപ്പിച്ച് ഇവിടം വരെ വരണമെന്ന് പറഞ്ഞു. അയാൾ വന്നപ്പം ഹെഡ് മാസ്റ്റർ വളരെ പറഞ്ഞു, ദേ ഒരു വീഡിയോ ഇങ്ങനെ കൊച്ചു കാണുമായിരുന്നു, ഇത് ഒരിക്കലും ശരിയല്ല, 8-ലെത്തിയിട്ടേ ഉള്ളൂ കൊച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊച്ചിനെ കുറിച്ച് ഈ വീഡിയോ ഉടനെ ഈ അപ്പനെടുത്ത് നോക്കിയപ്പോഴാണ് ഇയാൾ സ്തംഭിച്ചു പോയത്. ഇത് ഇയാളുടെ ഭാര്യയാണ്, ഈ കൊച്ചിന്റെ അമ്മയാണ്. ഭയങ്കരമായൊരു ഭീകരമായ അവസ്ഥ. സ്വന്തം അമ്മ കുളിക്കുന്ന വീഡിയോ എങ്ങനെയാണ് 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചെടുത്ത് അത് സ്കൂളിൽ കൊണ്ടുപോയി കാണിക്കാൻ മാത്രം ഇവനെന്താ അത്രയും തളർന്നു പോയോ? സ്കൂളിൽ ഇവന്റെ വീട്ടിൽ അമ്മ അറിഞ്ഞു, വീട്ടുകാരറിഞ്ഞു. ഇത് ഇവനോട് ചോദിച്ചു, ഇത് എങ്ങനെയാണോ നീ എടുത്തേ? അപ്പോഴറിയുന്നത് ഇവൻ കുറച്ച് പൈസ സംഘടിപ്പിച്ചു. ഇവന്റെ അപ്പൻ പൈസ കൊണ്ടുപോയി വെക്കുമ്പോ അത് ചിരിച്ചേ എടുക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. അപ്പൻ ഇത് അങ്ങനെ കൃത്യമായിട്ട് എണ്ണിയൊന്നും വെക്കല്ലോ, മക്കളെയൊക്കെ നന്നായിട്ട് വിശ്വസിച്ചു. പൈസയൊക്കെ അവിടെ ഇരുന്നോളും, കുഴപ്പമില്ലെന്നാ വച്ചേ. ഫോൺ മേടിച്ചിട്ട് ഇവരുടെ അപ്പനും അമ്മയും കിടക്കുന്നത് ടോയ്ലറ്റ് അല്ല, ബാത്റൂം അറ്റാച്ച്ഡ് മുറിയാണ്. ആ മുറിക്കകത്ത് ഇവൻ കൊണ്ടുപോയി ഇവൻ ആരോ പറഞ്ഞു കൊടുത്ത ഒരു പൊട്ട അറിവ് പ്രകാരം ഇതിന്റെ വീഡിയോ ഓൺ ആക്കി ഇവന്റെ അമ്മ കുളിക്കുന്നതിന് മുമ്പ് ഇതവിടെ വച്ചു. ഈ സ്ത്രീ കണ്ടില്ല. അങ്ങനെ ഇവനെ കൊണ്ടുപോയി TC കൊടുത്ത് സ്കൂളിൽ നിന്ന് ഒഴിവാക്കി. കോഴിക്കോട് ജില്ലയിലെ പ്രസിദ്ധനായ സൈക്കോളജിസ്റ്റ്, മനഃശാസ്ത്രജ്ഞന്റെ അടുത്ത് ഈ കൊച്ചിനെ കൊണ്ടുപോയി. കൊച്ചിന് കൗൺസിലിംഗ് കൊടുക്കണം. കാരണം ഈ കൊച്ചിനെന്താ മാനസിക പ്രശ്നം ഉണ്ടെന്നാണ് അധ്യാപകർ പറയുന്നത്. അല്ലെങ്കിൽ നോർമലായ ഒരു കൊച്ചിങ്ങനെ ചെയ്യത്തില്ല. അപ്പോൾ ഈ സ്കൂളിൽ കൊണ്ടുപോയപ്പോ കൗൺസിലിംഗിന് കൊണ്ടുപോയപ്പോ ഒരാഴ്ചത്തെ കൗൺസിലിംഗ് കഴിഞ്ഞപ്പോ കൗൺസിലർ പറഞ്ഞു, ഞാൻ ആദ്യ പടിയായി ഒരു നിർദ്ദേശം തരാം, നിങ്ങൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുമ്പോൾ അമിതമായി കോഴിയിറച്ചി കൊടുക്കരുത് എന്ന് പറഞ്ഞു. അമിതമായി ഈ കോഴിയിറച്ചി കോരി കൊടുക്കരുതെന്ന് പറഞ്ഞു.
അപ്പോൾ എന്നാ ഇങ്ങനെ കോഴിയിറച്ചി കൊടുക്കുന്നതുമായി എന്താ ബന്ധം? നീ അപ്പൻ ഈ സൈക്കോളജിസ്റ്റോട് ചോദിച്ചു. ഈ ഒരു വിഷയം പ്രാർത്ഥനയിൽ വന്നതാ, അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്കൊരു പാഠമാകാൻ പറയുന്നത്. അപ്പോൾ ഈ അപ്പൻ പറഞ്ഞു, എന്റെ കൊച്ചിന് എല്ലാ ദിവസവും ഇച്ചിരി ഇറച്ചി ഉണ്ടേലേ ചോറ് കഴിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാനൊരു ഞായറാഴ്ച ഒരു ഇത്ര കിലോ ഇറച്ചി മേടിച്ച് അത് 5-6 പാക്കറ്റിലാക്കി അങ്ങ് വെക്കും. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ഓരോ പാക്കറ്റിനകത്താക്കി ഫ്രീസറിനകത്ത് വെക്കും. ഓരോ ദിവസവും ഈ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഭക്ഷണത്തിന് എളുപ്പമുണ്ട്. അങ്ങനെയാ ചെയ്യുന്നത്. അപ്പോൾ ഈ കൊച്ചിനെ കുറിച്ച് ഡോക്ടർമാർ പറഞ്ഞത്, ഇവൻ ഈ കോഴി കഴിച്ച്, ഹോർമോൺ കഴിച്ച കോഴി, അത് സാധാരണ നമ്മൾ കഴിക്കും, പക്ഷെ അത് ഓവറായി കഴിച്ച് 8-ലെത്തിയപ്പോഴത്തേക്കും വികാരങ്ങൾ ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങി. എല്ലാവർക്കും വികാരങ്ങൾ ഉണ്ട്. വികാരങ്ങൾ ദൈവത്തിന്റെ ദാനമാണ്. വികാരങ്ങൾ ദൈവത്തിന്റെ ദാനമാണ്. പക്ഷേ ദൈവം മനുഷ്യർക്കൊരു പ്രത്യേകത തന്നിട്ടുണ്ട്. വികാരങ്ങൾ ഉണരേണ്ടാത്തൊരു കാലവുമുണ്ട്, ഒരു പ്രായവുമുണ്ട്. വികാരങ്ങൾ ഉണരേണ്ട പ്രായവുമുണ്ട്. ഒരു ലിമിറ്റ് ഉണ്ട്. അത് വികാരങ്ങൾ ഉണരേണ്ടത് ഒരു നിശ്ചിത പ്രായത്തിന് ശേഷമാണ്, പ്രായത്തിന് മുമ്പല്ല. ഈ കൊച്ചിന് 8ാം ക്ലാസ്സിൽ എത്തിയപ്പോഴത്തേക്കും ഈ ഹോർമോണുള്ള കോഴി കഴിച്ച് വികാരങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ച് ഇവന്റെ അമ്മയെക്കുറിച്ച് പോലും ദുഷിച്ച ചിന്തയെ വരത്തുള്ളൂ. ദുഷിച്ച ചിന്ത. അപ്പോഴാണ് ഈ അമ്മ പറയുന്നത്, ഈ കൗൺസിലറോട് പറയാണ്, സാറേ നിങ്ങൾ ശരിക്കും എന്റെ ഭർത്താവിനോട്, എന്റെ കെട്ടിയവനോട് പറഞ്ഞു കൊടുക്കണം. ഞാൻ എപ്പോഴും വീട്ടിൽ പറയുന്ന, ഈ കൊച്ചിന് ഇങ്ങനെ ഇറച്ചി കൊടുക്കരുത്, ഇറച്ചി കൊടുത്ത് വളർത്തല്ലേ എന്ന് പറയുന്ന. അപ്പോൾ ഈ കൊച്ചിന്റെ പ്രത്യേകത, ഒരു 3-4 കോഴി നല്ല ഇറച്ചിയുള്ള കഷ്ണങ്ങൾ വേണം ചോറ് വിളമ്പുമ്പോ. അപ്പോൾ ഈ കൊച്ചു ചോറുണ്ടോണ്ടിരിക്കുമ്പോഴേ ഇറച്ചി കഷ്ണം കുറഞ്ഞു പോയാൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചി ഈ വിരലുകൊണ്ട് ചോറിനകത്തൂടെ വണ്ടി ഓടിക്കും. ചോറിനകത്തൂടെ ആ വാ കൊണ്ട് വണ്ടി ഓടിക്കും. എന്നിട്ട് ഉറക്കെ പറയും, അമ്മ പീസില്ല. അപ്പോൾ അപ്പൻ അവിടെ കേട്ടാൽ ഉറക്കെ പറയും, ആ കൊച്ചിന്റെ സൈഡിൽ നല്ല കഷ്ണം കൊണ്ടോ കൊടുക്കടി എന്ന് പറയും. അങ്ങനെ അപ്പനെ പേടിച്ച് അമ്മ ഒരു കഷ്ണം കൂടി കൊച്ചിന് കൊടുക്കും. ചോറിനകത്ത് വണ്ടി ഓടിച്ച് നടക്കുന്ന സമയം ചോറിനകത്തൂടെ ഇഷ്ടം പോലെ ചോദിച്ച് മേടിച്ചു കൊടുത്ത് വികാരങ്ങൾ ഉണർന്ന് സ്വന്തം നോക്കിയ ദുഷിച്ച ചിന്ത. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് ദുഷിച്ച ചിന്ത. കാണണ്ടാത്തത് കണ്ട് 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 നമ്മുടെ ബ്രെയിനിൽ നമ്മൾ ആരെ നോക്കിയാലും ആ വ്യക്തിയെ ദുഷിച്ച രീതിയിൽ ചിന്തിക്കുന്ന പോലെ ആയി മാറുന്നു. ദൈവവചനം പഠിപ്പിക്കുന്നു, ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ ഈ ദുഷിച്ച ചിന്ത ഒരു കല്ലാണ്. ആ കല്ല് മാറണം. പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ദുഷ്ചിന്ത. ഞാൻ വേഗത്തിൽ വായിക്കുകയാണ്. അങ്ങനെ പറഞ്ഞാൽ ഇന്ന് ദിവസം പോരാതെ വരും. വേഗത്തിൽ വായിക്കുന്നു. ഓരോ കല്ലുകളുടെ പേര് ഈശോ പറയാ. ദുഷിച്ച ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത് വയറിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്നാണ്. ഇത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. ഇത് ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ ഓരോ തടസ്സങ്ങളാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ച് ഇതിനോട് ചേർന്ന് ദൈവവചനം പഠിപ്പിക്കുകയാണ് ഓരോ കല്ലുകൾ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ ഇന്നലെ നമ്മൾ കണ്ട ദൈവവചനത്തോട് ചേർന്നിരിക്കുന്ന ദൈവവചനം ദേവാലയം വിശുദ്ധീകരിക്കുന്നു എന്നാണ്. 2-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, ദൈവമേ എന്തിനാണ് ഈ ബൈബിൾ വചനം ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്, ഇത് ബൈബിളിൽ ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്. കേട്ടെ, ഇതിന്റെ ഹെഡിങ് യേശു ദേവാലയം. ദേവാലയം എന്ന് കേട്ടപ്പോ തന്നെ നമുക്കിപ്പോ വെള്ള പെയിന്റ് അടിച്ച് ലൈറ്റുകൾ ഓൺ ചെയ്ത് ഫാൻ കറങ്ങുന്ന ഈ ദേവാലയത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. അല്ല, 3 ദേവാലയങ്ങൾ ഉണ്ട്. ഒന്ന്, ഈശോ പറഞ്ഞു നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. അതായത് നമ്മൾ ഞുള്ളുമ്പോൾ വേദനിക്കുന്ന ഈ ശരീരം എന്താണ്? ദൈവത്തിന്റെ ആലയമാണ്. 2, നിങ്ങൾ എവിടെ നിന്നാ ഇന്ന് ധ്യാനത്തിന് വന്നേ? നിങ്ങളുടെ വീട്ടിൽ നിന്നാ വന്നേ. വീട് ഒരു ദേവാലയമാണ്. 3-ാമത്തെ ദേവാലയമാണ് ഈ ദേവാലയം. പറഞ്ഞേ ഹല്ലേലൂയ. ഇനിയുള്ള വചനങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. 2-ാം അധ്യായം 13-ാമത്തെ വാക്യം മുതൽ യേശു
പെസഹ അടുത്തിരുന്നതിനാൽ ജെറുസലേമിലേക്ക് പോയി. ജെറുസലേം ദേവാലയത്തിലേക്ക് ഈശോ അവിടെ ചെല്ലുമ്പോൾ ദേവാലയത്തിന്റെ അകത്ത് എന്തൊക്കെ കണ്ടു എഴുതി വെച്ചിരിക്കുകയാണ്. കാള, ആട്, പ്രാവ്, നാണയം മാറ്റാനിരിക്കുന്നവർ എന്നിവരെ ദേവാലയത്തിന്റെ അകത്ത് അവൻ കണ്ടു. അടുത്ത വചനം, അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി എല്ലാത്തിനെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, കാസർഗോഡ് ജില്ല മുതൽ തിരുവനന്തപുരം അങ്ങറ്റം വരെ പോയി എല്ലാ ദേവാലയങ്ങളിലൂടെയും കയറി ഇറങ്ങി നോക്കിക്കേ. ഏതെങ്കിലും ഒരു ദേവാലയത്തിന്റെ അകത്ത് കാളനെ കയറ്റി കെട്ടിയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആടിനെ കയറ്റി കെട്ടിയത് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇതൊന്നും കണ്ടിട്ടില്ല. ഇവിടെ ആരും ചെയ്യാറില്ല, ഇത് നമ്മൾ ആരും ചെയ്യാറില്ല. പക്ഷെ എന്തിനാണ് ബൈബിളിൽ ഇപ്പോഴും അത് എഴുതി വച്ചിരിക്കുന്നേ? ഇതെന്തിനാ? നമ്മൾ ഇത് വായിക്കുമ്പോൾ എന്താ മനസ്സിലാക്കണ്ടേ? ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോൾ യേശു കുറ്റ്യാടിയിൽ ബസ് ഇറങ്ങി, യേശു ടൗണിൽ വണ്ടി ഇറങ്ങി, ഓട്ടോറിക്ഷ പിടിച്ച് നമ്മുടെ ഈ പള്ളിയിലേക്ക് വരുക എന്ന് സങ്കല്പിക്കുക. ഈശോ ഇപ്പൊ വന്നു, 7 മണിയായി. 7 മണിയായപ്പോൾ ആ പ്രധാന വാതിലിന്റെ അവിടെ ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ കയറി ഇവിടെ നിന്നു. ഈശോ ഈ ദേവാലയത്തിൽ വന്ന് അകത്തേക്ക് നോക്കിയാൽ കാളനെ കാണുവോ ഇല്ലയോ? ഈശോ ജെറുസലേം ദേവാലയത്തിൽ ചെന്നപ്പോ കാളനെ കണ്ടു. ഇതെന്തിനാ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നേ? ഈ ദേവാലയത്തിലേക്ക് കയറി വന്നാൽ നമ്മുടെ മുഖത്തേക്ക് നോക്കി ഇവിടെ കാളയുണ്ടെന്ന് പറയുവോ ഇല്ലയോ? പറയത്തില്ല. പക്ഷെ ഇങ്ങനെ പറയും, കാള ഇല്ല, കാളയുടെ സ്വഭാവം ഉള്ളവരെ കണ്ടുപിടിക്കും. കാളയില്ല, എവിടെയും ഒരു ദേവാലയത്തിലും കാളയില്ല. കാളയെന്ന് പറഞ്ഞ സാധനം കയറ്റില്ല, അതിനെ കെട്ടാൻ വേറെ സ്ഥലമാണ്. പക്ഷെ ഈശോ പറയുവാണ്, കാളയുടെ സ്വഭാവമുള്ളവരുണ്ട്. എന്താ കാളയുടെ സ്വഭാവം? ഇവിടുന്ന് വണ്ടിയെടുത്ത് നേരെ ഗുണ്ടൽപെട്ട് പോവുക. അവിടെ ഏതെങ്കിലും ഒരു കർണാടകക്കാരൻ അണ്ണാച്ചി ഇങ്ങോട്ട് വരാൻ പറയുക. അണ്ണാച്ചി ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പെട്ടെ. അവരാണ് കൂടുതൽ, തമിഴ്നാട്ടുകാരും കർണാടകക്കാരും കൂടുതൽ ഈ കാളയുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ കോടതി പോലും ഇടപെട്ടത്. എന്തിനെ കൊണ്ടാണ്? കാളയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ജല്ലിക്കെട്ട് കാളയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. കോടതി പറഞ്ഞു, ഈ കളി ഇവിടെ പാടില്ല, ഈ മത്സരം പാടില്ല, ആളുകൾക്ക് അപകടം ഉണ്ടാക്കുന്നു. കാളയുടെ പ്രത്യേകത തമിഴ്നാട്ടുകാരല്ലെങ്കിൽ കർണാടകക്കാർ പറയും, അച്ചോ കാള മുമ്പിൽ നിന്നാൽ എന്ത് ചെയ്യും? ചീറ്റി കുത്തിക്കളയും. ഓക്കെ, ഇനി പുറകിൽ പോയി നിന്നാലോ? എറിഞ്ഞു തൊഴിക്കും. 2 പ്രത്യേകത കാളയ്ക്ക്. 1 ചീറ്റി കുത്തിക്കളയും, 2 എറിഞ്ഞു തൊഴിക്കും. നമുക്ക് ഈ സ്വഭാവം ഉണ്ട്, കാളയില്ല. എന്ത് സ്വഭാവം? നമുക്ക് ഈ കുത്തുകയും തൊഴിക്കുകയും ചെയ്യുന്ന സ്വഭാവമുണ്ട്. ചില ആൾക്കാർ എന്നാ പറഞ്ഞാലും ഒരു തെറിയേ പറയുള്ളൂ. ഇനി എന്തേലും നല്ല കാര്യം അങ്ങ് ചെയ്തു കൊടുത്താലും അതിനകത്ത് 2 കുറ്റമായിരിക്കും കണ്ടുപിടിക്കുന്നത്. എന്നാത്തിനകത്തും കുറ്റവും എല്ലാത്തിനകത്തും കുറവും, ഒന്നും ശരിയല്ല, എല്ലാത്തിനും ഒന്നിനും ഒരു നന്മയില്ല, എല്ലാത്തിനും തൊഴിയും, എല്ലാത്തിനും കുത്തുവാക്ക് മാത്രമേ ഉള്ളൂ. ഇതാരുടെ സ്വഭാവമാണ്? കാളയുടെ സ്വഭാവമാണ്. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ എന്നാ മനസ്സിലാക്കണ്ടേ? നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിനകത്ത് ഈ സ്വഭാവമുണ്ടെങ്കിൽ, ഈശോ കാളയെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ ഈ സ്വഭാവമുള്ള എന്റെ ചില സ്വഭാവത്തിന്റെ വൈകല്യങ്ങളെ എന്റെ ഈ ശരീരമാകുന്ന ദേവാലയത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഉപവാസമെടുത്ത് പുറത്താക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ധ്യാനത്തിന്റെ വിജയം 1000 പ്രാവശ്യം ഹല്ലേലൂയ പറയുന്നതിലല്ല, നമ്മൾ 1000 പ്രാവശ്യം ദൈവത്തെ സ്തുതിച്ചതിന് ശേഷം സൗണ്ട് പോയി കാറ്റ് മാത്രമേ ആവുന്നതിലല്ല, നമ്മുടെ മനസ്സ് മാറുമ്പോഴാ ദൈവവചനം നമ്മളിൽ ശരിക്കും അനുഗ്രഹമായി മാറുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ എത്ര ജീവിയെ കണ്ടു? ഒറ്റ ജീവിയെ കണ്ടിട്ടുള്ളൂ. ഏത് ജീവിയെ കണ്ടിട്ടുള്ളൂ? കാള. അപ്പൊ നമുക്ക് അത്ര പരിചയമില്ല കാളനെ. അടുത്ത ജീവി നമുക്ക് വളരെ പരിചിതമാണ്, നമ്മുടെ വീട്ടിൽ ഉണ്ട് കാള. അടുത്ത് എന്താ നോക്കി? ആട്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പിടി കിട്ടി. ആട്.
ഈശോ ജെറുസലേം ദേവാലയത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത് ആട് ദേവാലയത്തിനകത്ത് അകത്ത്. ഈശോ ഈ ദേവാലയത്തിലേക്ക് വന്നാൽ ആടിനെ കാണുമോ? ആടിനെ കാണത്തില്ല. പക്ഷെ ആടിന്റെ സ്വഭാവമുള്ളവരെ കണ്ടുപിടിക്കും. ആടിന്റെ സ്വഭാവം എന്തൊക്കെയാണ്? ഞാൻ ആടിന്റെ സ്വഭാവത്തിലാണ് ഡോക്ടറേറ്റ് എടുത്തത്. അതുകൊണ്ട് ആടിന്റെ സ്വഭാവത്തെ കുറിച്ച് വിശദമായി പറയാൻ ആഗ്രഹമുണ്ട്. ആടിന്റെ സ്വഭാവം. ഞാനൊരു വീട്ടിൽ പോയി അവിടെ ഞാൻ ഇരിക്കുമ്പോൾ ചേച്ചി മാത്രമേ ഉള്ളൂ. ചേട്ടൻ എന്തേ? ആടിന് ചപ്പുവെട്ടാൻ പോയതാന്ന് പറഞ്ഞു. ഇപ്പൊ വരും എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരിക്കുക. അപ്പോൾ ഈ ചേട്ടൻ, ഞാൻ മുറ്റത്തിറങ്ങി നോക്കി, എവിടെയാ? അപ്പൊ ഞാൻ കണ്ടു അവിടെ ഒരു പ്ലാവേലാണ് ഈ ചേട്ടൻ കയറിയിരിക്കുന്നത്. പ്ലാവേൽ. ആൾക്ക് മുണ്ട് മാത്രമേ ഉള്ളൂ, മുണ്ടും ഒരു തോർത്തും ഉള്ളൂ, ഷർട്ട് ഇട്ടിട്ടില്ല. ആ ചേട്ടൻ പ്ലാവേ കയറി പെട്ടെന്ന് പിടച്ച് പ്ലാവിന്റെ ചപ്പ് വെട്ടുന്നുണ്ട്. വേഗം അയാൾ ഇറങ്ങിയ പാടെ അദ്ദേഹം ദേഹത്ത് എന്തൊക്കെയോ തൂത്ത് കളയുക. ദേഹത്ത് നിന്ന് ഭയങ്കര നീറാ പ്ലാവേലെ. അപ്പോൾ ഈ ചപ്പ് വെട്ടാൻ കയറിയപ്പോ ആടിന് ചപ്പ് വെട്ടാൻ കയറി. ഈ നീറ് കാരണം ദേഹത്തുനിന്ന് നീറ് കടിച്ചിട്ട് തൂത്ത് കളയുക. അതിനുശേഷം ഈ ഒരു കയറിങ്ങനെ നിവർത്തിട്ട് ഈ ചപ്പെല്ലാം അടുക്കി ആടിന്റെ കൂട്ടിന്റെ അടുത്തേക്ക് കൊണ്ടുവരുക. അപ്പോൾ ഈ ചപ്പയിൽ ഇനിയും നീറുള്ളത് കൊണ്ട് അയാൾ ഓടുക. ശരിക്കും ഇച്ചിരി വേഗത്തിൽ ഇറങ്ങി വന്ന് ഈ ആട്ടുംകൂടിന്റെ മുമ്പിൽ കൊണ്ടുപോയി ഒരു കെട്ട് പ്ലാവിൻ ചപ്പ് കൊണ്ടുപോയിട്ടു. ഇട്ടപാടെ അയാൾ വീണ്ടും നീറിനെ കളയുക. അപ്പൊ ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ അയാളുടെ ഈ നെഞ്ചത്ത് ആ പ്ലാവേ കയറിയപ്പം ഈ നീറിന്റെ കടി കൊണ്ട് ഇറങ്ങിയപ്പം ഇച്ചിരി നന്നായിട്ടൊന്ന് പോറി ചോര ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അയാളുടെ ദേഹം മുഴുവൻ നോക്കി. കഷ്ടം, പാവം. ഞാൻ ആടിന്റെ മുഖത്തേക്കും കൂടെ നോക്കി. ആടിന് നീറുകടി കൊണ്ടോന്നൊന്നും അറിയേ വേണ്ട. ആട് ഇങ്ങനെ ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുക. ആട് ഈ പ്ലാവും ചപ്പ് കണ്ടപ്പോൾ മുതൽ ഒരു ഇളക്കവും ഒരു മറിച്ചിലും ഒരു ശബ്ദമാണ്. അത് നമ്മൾ മലയാളത്തിലേക്ക് എടുത്താൽ ഇങ്ങോട്ടിടുന്ന പറയുന്നേ. ആട് ഒരിക്കൽ പോലും ഒന്നും നോക്കിയില്ല. അയ്യോ ഒത്തിരി നീറുകടി കൊണ്ടല്ലേ ചോദിച്ചില്ലെന്നല്ല, നോക്കി പോലും ഇല്ല. എനിക്ക് വേണ്ടി ഈ മരത്തെ കയറിയപ്പോ ഇവിടെ ഇച്ചിരി പൊട്ടിയല്ലേ, കഷ്ടമുണ്ട്, എനിക്ക് വേണ്ടി ചപ്പൂട്ടാൻ പോയപ്പോ. അതൊന്നും ആടിനറിയേണ്ട കാര്യമില്ല. ആടിന് നീറുകടി കൊണ്ടോ, ചങ്ക് മുറിഞ്ഞോ, കാല് മുറിഞ്ഞോ, പ്ലാവയിലാണോ കേറിയെ, തോട്ടികൊണ്ടാണ്, ഇതൊന്നും ആടിനറിയണ്ട. എനിക്കുള്ളത് ഇങ്ങോട്ട് പോരണം. എന്താണ് ആടിന്റെ സ്വഭാവം? ആടിന്റെ സ്വഭാവം മറ്റൊരാളുടെ സങ്കടമോ ദുഃഖമോ വേദനയോ ഒന്നും കാണാൻ എന്റെ കാര്യം സമയത്ത് നടക്കണം. ചില ആളുകൾക്കും ഈ സ്വഭാവം ഉണ്ട്. എന്റെ കാര്യം മാത്രം, വേറെ ആരുടെയും കഷ്ടപ്പാടോ ദുഃഖമോ ഒന്നും. ഈ സ്വഭാവം നമ്മളിൽ നിന്ന് മാറ്റണം. പറഞ്ഞു ഹല്ലേലൂയ. ഇനി ആടിന്റെ സ്വഭാവം എന്തായിരിക്കും? ആടിന്റെ സ്വഭാവം എന്താണ്? ആടിനെ ഞാനിങ്ങനെ ഓർത്താ പറയുന്നത്. ഞാൻ പണ്ട് പഠിച്ചത് ഇപ്പൊ ഓർക്കുന്നില്ല. ഈ ആടിനുണ്ടല്ലോ, ആടിനെ രാവിലെ 5 മണിക്ക് കൊണ്ടുപോയി പറമ്പിൽ കെട്ടുക. ഒരു നല്ല നീളമുള്ള കയറും കൊടുത്തേക്കണം. 10 മണിയാകുമ്പോൾ ആടിന് 1 ബക്കറ്റ് പിണ്ണാക്കിന്റെ വെള്ളം കൊടുക്കണം. പിന്നെ ഒരു 2 മണിയാകുമ്പോൾ 1 ബക്കറ്റ് കഞ്ഞോളവും കൊടുക്കണം. 4 മണിയാകുമ്പോൾ 1 ബക്കറ്റ് പച്ചവെള്ളവും കൊടുക്കണം. പുല്ലും വെള്ളവും തിന്ന് ഈ ആടിന്റെ വയറ് ഏകദേശം കാട്ടാടിന്റെ വയറ് പോലെയാകും. എന്താണ് കാട്ടാടിന്റെ വയറിന്റെ പ്രത്യേകത? നിങ്ങൾ കണ്ടിട്ടില്ല. വയനാട്ടിൽ ഇഷ്ടം പോലെയുള്ള ഒരു ജീവിയാണ് കാട്ടാട്. ഇവിടെ ഉണ്ടാവും, അറിയില്ല. ഇതിന്റെ പുറമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ കീരിയുടെ പുറം പോലെയാ, മെഴുത്ത് ഒരൊറ്റ എല്ല് കാണിയല്ല. കാട്ടാടിന്റെ വയറ് പോലെ ഇരിക്കും. അപ്പോൾ ആടിനെ കെട്ടിയ നമ്മൾ എന്ത് ചെയ്യും? ആടിന് ഇത്രയും നന്നായിട്ട് വയറൊക്കെ നിറഞ്ഞല്ലോ, ഇനി ആടിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? അഴിച്ചോണ്ട് പോയി കൂട്ടിക്കെറ്റിയാൽ മതി, നാളെ കൊടുത്താൽ മതി. ആട് ഫുൾ, ഇനി ഒറ്റ സ്ഥലമില്ല. അപ്പൊ നമ്മൾ ആടിന്റെ ഈ കയറഴിച്ച് നമ്മളിതിനെ കൂട്ടിക്കെട്ടാൻ വേണ്ടി വേഗം പോകുമ്പോൾ ഒരു നിശ്ചിത ദൂരം കഴിയുമ്പോൾ ഈ ആട് വരില്ല. ഈ ആടിനെ വരാത്ത നമ്മൾ തിരിഞ്ഞു നോക്കായിട്ട് ആടെന്ന് വിളിക്കുമ്പോൾ കാണാം, ഈ ഒരു നിശ്ചിത ദൂരം ചെന്ന് കഴിയുമ്പോൾ ഈ ആട് അവിടെ കണ്ട കുറച്ച് പച്ച നല്ല പുല്ല് കണ്ടപ്പോൾ പെട്ടിപോലിരിക്കുന്ന വയറുള്ള ആട് അവിടെ കടിച്ച് തിന്നാൻ നോക്കുക. അപ്പോൾ ഞാൻ ദേഷ്യത്തോടെ ചോദിച്ചു, മതിയില്ല, പോരെ ആട്, എത്ര പോരെ? അപ്പോൾ ആട് നമ്മളോട് പറയും, പോരാ. ശ്രദ്ധിച്ചേ, മനുഷ്യർക്ക് ഈ സ്വഭാവം ഉണ്ട്. ഏത്? എത്ര കിട്ടിയാലും പോരാ. സൗന്ദര്യം മതിയോ? അയ്യോ, സൗന്ദര്യം പോരാത്തോണ്ടാ നമ്മൾ പൗഡർ ഇടുന്നേ, കലാം തേക്കുന്നത്, ഏതാണ്ടൊക്കെയോ പുകച്ചു തേക്കുന്നത്. നമ്മൾ സൗന്ദര്യം പോരാത്തോണ്ടാണ്.
തലമുടി മതിയോ? അല്ലോ, തലമുടി പോരാത്തോണ്ടാണ്. ആരോ പറഞ്ഞ ആ മരത്തിന്റെ വേരരച്ച് എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും വൈകുന്നേരം അരച്ച് തേച്ചാൽ തലമുടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തലമുടി പോരാ, വീട് പോരാ. അയ്യോ, വീട് പോരാ, ഇച്ചിരിയുടെ സൗകര്യമുള്ള ഒരു വീട് വേണം. വാഹനം പോരാ, അല്ല ആൾട്ടോ ആയപ്പോൾ സ്വിഫ്റ്റ് ആക്കണം, സ്വിഫ്റ്റ് പോരാ, ഇന്നോവ ആക്കണം, ഇന്നോവ പോരാ, ഇന്നോവ ക്രിസ്റ്റ വേണം. 100 ആഗ്രഹമാണ്, ഒന്നും പോരാ. വിദ്യാഭ്യാസം പോരാ, സൗന്ദര്യം പോരാ, വീട് പോരാ, ഭർത്താവ് പോരാ, ഭാര്യ പോരാ, മക്കള് പോരാ. ഇത് ആടിന്റെ സ്വഭാവമാണ്. ഏറ്റവും വലിയ പണക്കാരൻ ആരാന്നറിയാവോ? പൈസ ഉള്ളവനല്ല, പണമുള്ളവനല്ല പണക്കാരൻ. ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പഠിക്കുന്നവനാണ് ഏറ്റവും വലിയ പണമുള്ളവൻ. പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആടിന്റെ സ്വഭാവം ഇത് എത്ര കിട്ടിയാലും പോരാ. അടുത്ത ആടിന്റെ സ്വഭാവമാണ്, ആടിന് ഒരു കുഞ്ഞ് പ്രശ്നം മതി, പിന്നെ ആരെയും കിടത്തി ഉറക്കത്തില്ല. അപ്പോൾ പലർക്കും തോന്നിയിട്ടുണ്ട്, ഇതെന്റെ വീട്ടിലുള്ള ഒരാളെ കുറിച്ച് തന്നെയാണല്ലോ, ഇതെന്റെ ഭാര്യയെ കുറിച്ചാണല്ലോ അച്ഛൻ ഈ പറയുന്നത്. കുഞ്ഞൊരു പ്രശ്നം മതി, പിന്നെ കിടത്തി ഉറക്കത്തില്ല. അതൊരു ചേട്ടൻ എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത്. ആ ചേട്ടൻ പറഞ്ഞു, ഞാൻ കുടിച്ചു വഴി കിടക്കുന്ന ഒരാളല്ല അച്ഛാ, പക്ഷെ എന്റെ വീട്ടിൽ ചെന്നാൽ എന്തെങ്കിലും ഒരു കുഞ്ഞൊരു ചെറിയൊരു കാര്യത്തിനൊരു ചെറിയ വീഴ്ച പറ്റിയാൽ തുടങ്ങി എന്റെ ഭാര്യ പിരിപിരിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഞാൻ അവളോട് പറയടി, കുറച്ചു നേരം പറ, എന്നിട്ട് നീ ഇച്ചിരി നേരം മിണ്ടാണ്ടിരിക്കുക. അപ്പോൾ അത് കേട്ടുമ്പോൾ അവൾ ഇച്ചിരി പിരി. അപ്പോൾ 7:30 ആകുമ്പോൾ പറയുക, കുരിശു വരയ്ക്കാം, കുരിശു വരയ്ക്കാം. ആ കുരിശു വരയ്ക്കുമ്പോഴേക്കും മിണ്ടാതിരിക്കുമല്ലോ. കുരിശു വര കഴിഞ്ഞ് സ്തുതി ചെല്ലുമ്പോൾ തൊട്ട് പിരിപിരാ തുടങ്ങും. അവസാനം 9:30, 10 മണി, 10:30 വരെ ഒരു കട്ടിലെ അപ്പുറം ഇപ്പുറം കിടക്കുന്ന വരെ പിരിപിരാ എന്ന് പറയുമ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അച്ഛാ മിണ്ടാതെ കിടക്കണേ, നാളെ നേരം എടുക്കുമ്പോൾ പറഞ്ഞാ പോരേന്ന് ചോദിക്കും. എത്ര ആടിന്റെ സ്വഭാവമാണ്. ഒരു കുഞ്ഞ് പ്രശ്നം വന്നാ മതി, അന്നേരെ തൊള്ള തുറക്കാൻ തുടങ്ങും. ഇതങ്ങനെ കൂടുവാ. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോ ശ്രദ്ധിച്ചേ, നമ്മൾ ചിന്തിക്കും ഇതെന്നെ കുറിച്ചല്ല, ഇത് അവരെ കുറിച്ചാണെന്ന് നമ്മൾ ചിന്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെങ്ങനെ, ഇത് ആരെ കുറിച്ചാ? നമ്മൾ പറയും ഇതെന്റെ ഭാര്യയെ കുറിച്ചാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇതെന്റെ ഭർത്താവിനെ കുറിച്ചാണ്. അല്ല, എന്റെ വീട്ടിൽ മരുമകളായി വന്ന പെൺകുട്ടിയെ കുറിച്ചാണ്. അല്ല, ഞാൻ ഇവിടെ പറയുന്നില്ല. നമ്മളെല്ലാവരും ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പറയണം, ഇതെന്നെ കുറിച്ചാണ്, എന്നെ കുറിച്ചാ ഇത് പറയുന്നേ. പറഞ്ഞു തരാം. നമ്മുടെ ഈ പള്ളിയുടെ മുറ്റത്ത് ഇതാ അപ്പുറത്തൊരു വലിയ പ്ലാവല്ലേ, പ്ലാവുണ്ട്. എത്ര വർഷം പഴക്കമാണെന്ന് അറിയാൻ പാടില്ല. ഇത് സ്ഥാപിച്ച സമയത്ത് അച്ഛന്മാരോ ആരോ നട്ടതാ. എന്തായാലും ഉദാഹരണമാണ്. ആ പ്ലാവിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആ പ്ലാവിനെ കുറിച്ച് പറയുക. ആ പ്ലാവേൽ എത്ര വർഷമായിട്ട് ചക്ക കായ്ക്കുന്ന, ഇന്നു വരെ ആ പ്ലാവിന് അറിയത്തില്ല ഈ ചക്കയുടെ രുചി. അറിയാവോ? കാരണം അത്രയും വർഷം പഴക്കമായ ആ പ്ലാവ് ഇന്നു വരെ ചക്ക തിന്നിട്ടില്ല, ചക്കയെ തിന്നിട്ടില്ല, ചക്കക്കുരു കറി കൂട്ടിയിട്ടുമില്ല. അതുകൊണ്ട് ഈ ചക്കക്കുരു കറിന്റെ ടേസ്റ്റ്, ചക്കക്കുരുവിന്റെ രുചി ആർക്കറിയത്തില്ല? 100 വർഷം പഴക്കമുള്ള ആ പ്ലാവിന് അറിയത്തില്ല. ആർക്കറിയാം? അതിന്റെ ചോട്ടിൽ ജീവിച്ച ആ ചക്ക തിന്ന നമുക്കറിയാം അതിന്റെ രുചി. മാവ് ഇന്നു വരെ മാങ്ങ തിന്നിട്ടില്ല. മാങ്ങായ്ക്ക് പുളിപ്പുണ്ടോ മധുരമാണെന്ന് ആർക്കറിയത്തില്ല? മാവിനറിയത്തില്ല, നമുക്കറിയാം. നെല്ലി മരത്തിന് അറിയത്തില്ല നെല്ലിക്കായ്ക്ക് കമർപ്പുണ്ടെന്ന്, പക്ഷെ നമുക്ക് അറിയാവുന്നേ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്റെ സ്വഭാവം. ഞാൻ പറയുന്നു ഞാൻ പക്കയാണ്, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ എന്റെ കൂടെ ജീവിക്കുന്നവർ പറയുന്നു ഇങ്ങനെ കുഴപ്പമുണ്ട്. അവര് പറയുന്നതാ എന്റെ സ്വഭാവം. മറ്റുള്ളവർ നമ്മളെ നോക്കി അയാളോട് ഒരു കാര്യം പറയരുത് കേട്ടോ. അയാളെ വീട്ടിൽ കയറ്റാൻ കൊള്ളിയല്ലാത്ത ആളാ, അയാൾ എല്ലാത്തുള്ളതും പറഞ്ഞു നടക്കുന്ന ഒരാളാ, അയാൾ എന്തൊക്കെ നുണ പറയുന്ന ഒരു മനുഷ്യനാ. എന്റെ ദൈവമേ, ഇതാരുടെ സ്വഭാവമാ? ഇതാണ് ഈ പറയുന്നതാണ് അയാളുടെ സ്വഭാവം. പറഞ്ഞേ ഹല്ലേലൂയ. നോക്കി നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ല. ദൈവവചനത്തിലൂടെ നമ്മുടെ ജീവിതം നോക്കിക്കോ. നമ്മളിൽ ചില കുഴപ്പങ്ങളും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ട മേഖലകളും ഉണ്ട്. ആടിന്റെ സ്വഭാവമാണ് ഇത്.
ഏതാ സ്വഭാവം? പിരിവിരാന്ന് പറഞ്ഞു. ഈ പിരിവിരാ സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയെ കെട്ടിയിട്ട് ഒരുത്തൻ മാത്രം നന്നായിട്ടുണ്ട് എൻ്റെ അറിവിൽ. അതാ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ പിരിവിരാ സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയെ ഒരുത്തൻ കല്യാണം കഴിച്ചു, അതോടുകൂടി അവൻ രക്ഷപ്പെട്ടു. ഉദാഹരണം പറയുകയാണ്, 32 വയസ്സായപ്പോൾ ഒരുത്തന്റെ കല്യാണം നടന്നു. 26 വയസ്സോട്ട് കല്യാണം ആലോചിക്കുന്നതാണ്. ഇവന് പണിയില്ല, ഇവന് ജോലിയൊന്നുമില്ല, വലിയ പഠിപ്പുമില്ലാത്തോട്ട് കല്യാണം മുടങ്ങി പോയി. അപ്പൊ കല്യാണം നടക്കാത്തതിന്റെ ദുഃഖം ഇവനുണ്ട്. ഇവന്റെ പ്രായത്തിലുള്ളവരൊക്കെ കല്യാണം കഴിച്ചു, മക്കളായി, ഒരു വിഷമമുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ എന്നെ കാണുമ്പോൾ പറയും, നീ പ്രാർത്ഥിക്കണം, എനിക്കൊരു കല്യാണമൊക്കെ നടക്കാൻ പ്രാർത്ഥിക്കണമെന്ന് പറയും. ഇവൻ ഈ നിരാശയിൽ ഇച്ചിരിച്ച് കഴിക്കാൻ തുടങ്ങി, മദ്യം കഴിക്കാൻ തുടങ്ങി. മദ്യം കഴിച്ചാൽ ഇവൻ വേറെ ഒരാളാണ്. ഇവന്റെ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം വരും. ഇവൻ ദേഷ്യം വരും. പെട്ടെന്ന് ഇവൻ കൈയൊക്കെ തുറത്തു കയറ്റി ഏകദേശം ഒരാളെ അടിക്കാൻ പോകുന്ന ഭാഗത്തിന് ഇവിടം വരെ തുറത്തു കയറ്റി വെക്കും. അപ്പോൾ ഇവന്റെ ഈ വിഷമം കണ്ട് ചില പ്രായമായവർ പറയും, ഡാ മിടുക്കനായിട്ട് നടക്കടാ എന്ന് പറയും. എന്നാലല്ലേ നിന്റെ കല്യാണമൊക്കെ നടക്കുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇവൻ പറയും, എനിക്ക് ഇനി കല്യാണം നടക്കണ്ട എന്നൊക്കെ പറയും. എന്തായാലും 32 വയസ്സായപ്പോൾ ഒരു കല്യാണാലോചന വന്നു. അപ്പോൾ നാട്ടുകാരെല്ലാം അത്ഭുതപ്പെട്ടു, ഇവൻ എവിടുന്നാടാ പെണ്ണ് കെട്ടിയത്? ഒത്തുകല്യാണം കഴിഞ്ഞപ്പോൾ എല്ലാവരും നോക്കി, ദൈവമേ പെൺകുട്ടി ആരാ? ഓ, കാണാൻ കൊള്ളാവുന്ന നല്ലൊരു പെൺകുട്ടിയാണല്ലോ, ദൈവമേ ഇവൻ എങ്ങനെ ഒത്തുകിട്ടി, ഇവനെങ്ങനെ ഇത് ഒത്തുകിട്ടി? എല്ലാവർക്കും ഒരു അത്ഭുതമാണ്. കല്യാണ സമയത്തും അത്ഭുതപ്പെട്ടു. കല്യാണത്തിന്റെ ദിവസം കോഴി ബിരിയാണി ആയിരുന്നു. കോഴി ബിരിയാണി തിന്നു കഴിച്ചതിന് ശേഷം ആളുകൾ പുറത്തുപോയി കൈ കഴുകുകയാണ്. കൈ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രായമായൊരു ചേട്ടൻ കോഴി ബിരിയാണി കഴിച്ചു. ഒരു കപ്പിനകത്ത് വെള്ളമെടുത്ത് കഴുകി, ഇച്ചിരി സോപ്പൊക്കെ എടുത്ത് കഴുകിയതിന് ശേഷം അവിടെ ഇട്ടിരുന്ന ഒരു തോർത്തയിൽ ഇങ്ങനെ തൂത്ത് പുറകിൽ കൈ കഴുകിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സുഹൃത്തിനോട് പറഞ്ഞു, എത്ര കാലം നിൽക്കൂന്ന് ആർക്കറിയാതെ. എല്ലാ കല്യാണങ്ങളും ഇപ്പോൾ കഴിയുമ്പോൾ ആളുകൾ പറഞ്ഞൊരു വാക്കാണ്, കയ്യിലുള്ള കോഴിയുടെ എണ്ണയല്ല, ഇപ്പോൾ കഴിച്ച ഈ കല്യാണം എത്ര നാളെ നിൽക്കൂന്ന് ആർക്കറിയാം. പല കല്യാണത്തിന് പോകുമ്പോൾ ആൾക്കാർ പറയില്ലേ, ഓ 1 വർഷം പോയാ പോയി എന്ന് പറയാം, 2 വർഷം പോയെങ്കിൽ ദൈവത്തിന് നന്ദി പറയാം, എത്ര നാളെ നിൽക്കുന്നു അറിയത്തില്ല. അങ്ങനെ പറഞ്ഞ് ഇവൻ കല്യാണം കഴിച്ചതോടുകൂടി ഇവന്റെ ജീവിതത്തിൽ ഭയങ്കര മാറ്റം. ഞാൻ അവനോട് ഒരിക്കൽ ചോദിച്ചു, എടാ നിന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ നിന്റെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റമായല്ലോ, നീ എന്തായാലും കൊള്ളാം, നന്നായി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, എന്റെ അച്ഛോ, കല്യാണം കഴിച്ചില്ലെന്നുള്ള ഒറ്റ ദുഃഖമേ ഉണ്ടായിരുന്നു. ഇപ്പോഴോ കല്യാണം കഴിഞ്ഞത്, അച്ഛാ വയനാട്ടിൽ ഒരു ചീവീടില്ലേ, ചീവീട് ഉണ്ടോ? ഏത് ചീവീടാ നീ ഉദ്ദേശിച്ചത്? ചെറിയ ഒച്ച വെക്കുന്ന, വലിയ ഒച്ച വെക്കുന്ന? എടാ വലിയ ഒച്ച വെക്കില്ലേ, ഇങ്ങനെ ഏതാണ്ടോ ഒരു വലിയ സൗണ്ടുള്ള ഒരു ചീവീട് മരത്തിലിങ്ങനെ ഭയങ്കര സൗണ്ടാ. എന്റെ അച്ഛ, ആ ചീവീടിന്റെ സ്വരമാണ് അവക്ക്. ഞാൻ ദേഷ്യപ്പെടുമ്പോൾ അതിന്റെ ഡബിൾ സ്വരത്തിൽ അവള് പറയത്തുള്ളൂ. ഞാൻ അതുകൊണ്ട് ഇച്ചിരി താഴ്ന്നു. ഞങ്ങൾക്കൊരു കൊച്ചുണ്ടായതിനു ശേഷം അവൾ കൊച്ചിനെ എടുത്ത് എന്തേലും പറയണമെങ്കിൽ മുറ്റത്ത് നിന്നേ പറയത്തുള്ളൂ. മുറ്റത്ത് നിന്ന്. അപ്പൊ ഞാൻ അവളോട് റെഡി, അകത്തിരുന്ന് പറയടി എന്ന് പറയും. അവൾക്ക് അത് ഒച്ചയ്ക്ക് കാരണമാവും. പിന്നെ അവൾ കൊച്ചിനെ എടുത്തുകൊണ്ട് തേങ്ങ വീഴാൻ സാധ്യതയുള്ള ഒരു തെങ്ങിന്റെ ചോട്ടിൽ പോയിട്ടാ പ്രഭാഷണം നടത്തുന്നത്. അപ്പോൾ ഞാനും എൻ്റെ അമ്മയും പറയും, അകത്തോട്ട് പാടി, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ. അങ്ങനെ പറഞ്ഞ് ആടിന്റെ സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഒരൊഴപ്പൻ നന്നായിട്ടുണ്ട്. വേറെ ആരെങ്കിലും നന്നായിട്ടുള്ള അറിവുണ്ടെങ്കിൽ നിങ്ങളൊരു കടലാസിൽ എഴുതി തരുവാണെങ്കിൽ ഞാൻ മറ്റൊരു സ്ഥലത്ത് ധ്യാനം നടത്തുമ്പോൾ പറഞ്ഞുകൊള്ളാം. പറഞ്ഞേ ഹല്ലേലൂയ. ആടിന്റെ സ്വഭാവമാണ് പിരിവിരാന്ന് പറഞ്ഞു നടക്കും. ഇനി അടുത്തതാണ് ആടിന്റെ സ്വഭാവമാണ്. വേഗത്തിൽ പറയട്ടെ. ആടിന്റെ സ്വഭാവം, ആട് നിലത്ത് നിൽക്കുകയില്ല. ആട് എപ്പോഴും തുള്ളി നടന്നുകൊണ്ടിരിക്കും. ആടിനെ അഴിച്ചു വിടുമ്പോൾ കണ്ടിട്ടില്ലേ? ആടിങ്ങനെ തുള്ളി പറ്റുമെങ്കിൽ ഗ്രോട്ടോടെ മുകളിലും ഏതെങ്കിലും കല്ലിന്റെ പുറത്ത് എവിടെയെങ്കിലും കേറും. ചില ആളുകൾക്ക് ഈ സ്വഭാവമുണ്ട്. ഒരു മരിച്ച വീട്ടിൽ പോയാലും എവിടെയെങ്കിലും ഒതുങ്ങി നിൽക്കുവോ? അല്ല, തുള്ളി ആ വീഡിയോക്കാരനെടുത്തെത്തും. ഇനി ഏതെങ്കിലും ഒരു ആദ്യ കുർബാനയ്ക്ക് പോയതാണെങ്കിലോ, അപ്പോഴത്തന്നെ ഞങ്ങൾ വന്ന കാറ് സ്വിഫ്റ്റാ, ഞങ്ങൾ വന്ന് ഞങ്ങളുടെ കൊച്ചിനെ കണ്ടോ, എൻ്റെ ഭർത്താവിനെ കണ്ടോ, എന്നെ കണ്ടോ, നമ്മളെല്ലാരെയും കാണിക്കാൻ വേണ്ടി തുള്ളി നിലത്ത് നിൽക്കത്തില്ല, നമ്മൾ തുള്ളി നിൽക്കത്തുള്ളൂ. ഈ തുള്ളി നിൽക്കുന്ന സ്വഭാവം ആടിൻ്റെതാണ്, മനുഷ്യന്റെ അല്ല. അടുത്ത ആടിന്റെ സ്വഭാവമാണ് എനിക്കിഷ്ടപ്പെട്ടത്. ആടിനാണ് ഏറ്റവും അസൂയയുള്ള ജീവി. അസൂയ. നിങ്ങൾക്ക് അസൂയ ഉണ്ടോ? ഇല്ല. എനിക്കുണ്ടോ? ഇല്ല. നമ്മൾ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അസൂയുണ്ട്. ഇനി അസൂയ ഉണ്ടോ ഇല്ലയോ എന്നൊരു ടെസ്റ്റ് നടത്താൻ പോവുകയാണ് നിങ്ങൾക്ക് വേണ്ടി. നാളെ നേരം വെളുക്കുന്നു, മലയാള മനോരമ പേപ്പർ നമ്മുടെ മുമ്പിൽ വരുന്നു. നമ്മൾ നോക്കിയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും അമേരിക്കൻ പ്രസിഡന്റിന്റെയും ഒരു വലിയ ഫോട്ടോ. ആ ഒരു പേജ് നിറയെ ഉള്ള വലിയൊരു ഫോട്ടോ, ഒരാൾ ഫുൾ ഫോട്ടോ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുക. നമ്മൾ ഉടനെ അത്ഭുതത്തോടെ നോക്കി, ഇതെന്താ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഫോട്ടോ? രണ്ടുപേരും കൈ കോർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്.
അപ്പോൾ അതിന്റെ മുകളിലെ ഹെഡിങ് വായിച്ചപ്പോഴാണ് ഉദാഹരണമാണ്, ഉദാഹരണം. അപ്പോൾ ഈ ഹെഡിങ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഏറ്റവും നല്ല പ്രധാനമന്ത്രിക്കുള്ള അവാർഡ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്നു. ഉദാഹരണമാണ്, ഉദാഹരണം. ആരെ എന്നെ ഇങ്ങനെ നുറിച്ചു നോക്കരുത്. ഉദാഹരണമാണ്, ഉദാഹരണമാണ്. ഏറ്റവും നല്ല പ്രധാനമന്ത്രിക്കുള്ള അവാർഡ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി കൊടുക്കുക. ഇത് വായിച്ച നിങ്ങൾക്ക് ആർക്കെങ്കിലും അസൂയ തോന്നിയോ? വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ വിമർശിച്ചെന്നൊക്കെ ഇരിക്കും, പിന്നെ എന്താ എന്നൊക്കെ ചോദിച്ചു. അസൂയില്ല, നമുക്ക് അസൂയില്ല. നാളെയും കഴിഞ്ഞു ബുധനാഴ്ച പേപ്പർ വന്നപ്പോൾ ഈ ഇടവകയിലെ ഒരു ചേട്ടനും ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് നിൽക്കുന്ന ഫോട്ടോയാണ് ഫ്രണ്ട് പേജിൽ. ഏറ്റവും നല്ല കർഷകന്റെ അവാർഡ് കിട്ടുക ഈ ഇടവകയിൽ ഒരു ചേട്ടനാ കിട്ടിയത്. ഈ ഇടവക്കാരെല്ലാം പേപ്പർ നോക്കി, ഇയാൾ തന്നെ ഈ പേപ്പർ വന്നേ. നമ്മൾ അന്നേരത്തിന് നമ്മുടെ അകത്തൊരു അറ്റാക്കിന്റെ ആരംഭം തുടങ്ങും. ഒരു എരിച്ചിലും ഒരു പുകച്ചിലും ഒരു അസ്വസ്ഥത. കാലേ മുള്ളാണോ കുപ്പിച്ചിലാണോ കൊണ്ട് നമുക്കൊരു ഇരിക്കപ്രതിയില്ല. പക്ഷെ അപ്പുറത്തെ ഇടവകയിലെ ഒരു ചേട്ടനാണെങ്കിൽ കുഴപ്പമില്ല, ഈ ഇടവകയിലെ ഒരു ചേട്ടനാണെങ്കിൽ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതയാ. ആ അസ്വസ്ഥതയുടെ പേരാണ് അസൂയ. എന്റെ ചേട്ടന്റെ മകന് ഒരു നല്ല കല്യാണം കഴിക്കുന്നു, എനിക്കപ്പോ എന്തൊക്കെയോ ഒരു ആദി, അതിന്റെ പേരാണ് അസൂയ. എന്റെ പെങ്ങടെ കൊച്ചിന് 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടി, ഞാൻ ചിരിച്ചു, കൈ കാണിച്ചു, പക്ഷെ എന്റെ ഉള്ളിൽ അതിന്റെ പേരാണ് അസൂയ. ഏറ്റവും അസൂയുള്ള ജീവിയുടെ പേരെന്താണ്? ആട്. ആടിന്റെ പ്രത്യേകത, ആടിന്റെ കൂടിന്റെ അടുത്ത് കൊണ്ടുപോയി പറമ്പിൽ നിന്ന് കിട്ടുന്ന ഒരു കാന്താരി കൊണ്ടുപോയി നടുക, അവിടെ നടാവുള്ളൂ. ആടിന്റെ അടുത്ത് ഇച്ചിരി ദൂരെ, ആടിന് കാണാൻ പാകത്തിന്. ആടപ്പത്തൊട്ട് അതിന്റെ നോട്ടം മുഴുവൻ ആ പാവം കാന്താരിയിലായിരിക്കും. പാവം നമ്മൾ കൊളസ്ട്രോൾ പോകാൻ വേണ്ടി നട്ടതാണ് ആ കാന്താരി. കപ്പയ്ക്ക് അരയ്ക്കാൻ വേണ്ടി 2 കാന്താരി പറിച്ചെടുക്കാന്നുള്ള സ്വപ്നം കണ്ട് വെച്ചതാ. ഈ കാന്താരി 2 ഇലയായി 3 ഇലയായി വളർന്നു വരുന്നത് ആർക്കിഷ്ടമല്ല? ആടിനിഷ്ടമേ അല്ല. ആടഴിഞ്ഞു പോയാൽ ആദ്യം പോയി ആ കാന്താരിയുടെ ആ വളർന്നു വന്ന ആ 2 ഇല കടിച്ച് അരച്ച് സൂപ്പാക്കി തിന്നും. പിന്നെ ആ കാന്താരിയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? അത് അവിടെ നിന്ന് 2-3 മൊരട്ടലയും കൂടി ഉണ്ടായി അവിടെ ചുരുണ്ട് അവിടെ നിൽക്കും. അതേന്നൊരു കാന്താരി പറിക്കത്തില്ല. ആടെന്തിനാ ആ കാന്താരിയുടെ 2 ഇല കഴിച്ചേ? ആടിന് കാന്താരി പോലും വളരുന്ന ഇഷ്ടമല്ല. ഒരാൾക്ക് ജോലി കിട്ടുന്നത് ഇഷ്ടമല്ല, ഒരാൾ നല്ല കഴിവോടെ പ്രശോഭിച്ച് നിൽക്കുന്നത് ഇഷ്ടമല്ല, നന്നായിട്ടൊരാൾ പാടുന്നത് ഇഷ്ടമല്ല, നല്ലപോലെ പഠിക്കുന്നത് ഇഷ്ടമല്ല. എല്ലാം ഒരു അസൂയ മനസ്സിൽ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു അസൂയ. സ്വന്തം മകൻ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് ഒരമ്മയ്ക്ക് പോലും അസൂയ. സ്വന്തം മകൻ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് സ്വന്തം അമ്മയ്ക്ക് അസൂയ. അമ്മ 25 കൊന്ത ചെല്ലുന്ന ആളുമാണ്. അമ്മ 25 കൊന്തയും എല്ലാ ദിവസവും പള്ളി കൊന്ത ചെല്ലിപ്പോകുന്ന അമ്മച്ചിയാണ്. പക്ഷെ മകന്റെ കല്യാണം കഴിഞ്ഞിട്ട് മകനും മകന്റെ ഭാര്യയും മുറിയിലിരുന്ന് ചിരിച്ചാൽ, ഒച്ച കേൾക്കത്തക്ക രീതി ചിരിച്ചാൽ, അമ്മ അടുക്കള കഞ്ഞി വെക്കുന്ന ഒരു കലം എടുത്ത് ഭിത്തിക്കോട്ട് ഒറ്റ ഇടി ഇടിക്കും. ആ കലവും അപ്പുറത്തെ ചിരിയും തമ്മിൽ എന്താണ് ബന്ധം? പക്ഷെ അമ്മ 25 കൊല്ലം ചെല്ലുന്ന ആളാണ്. 25 കൊല്ലം ചെല്ലുന്ന അമ്മ എന്തിനാണ് മകന്റെ ഭാര്യയോടൊത്ത് ചിരിക്കുന്നത്? ഈ അമ്മ എന്തിനാ പാവം ഒരു കലമെടുത്ത് ഭിത്തിയിലിടിക്കുന്നേ? അമ്മയുടെ മനസ്സിൽ ഇങ്ങനെയാ ചിന്തിക്കുന്നത്, എന്താ ഇത്ര ചിരിക്കാൻ? ഇപ്പം എന്റെ കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ ചിരിച്ചിട്ടൊന്നും ഇല്ലല്ലോ, ഇപ്പൊ ചിരിക്കാനിപ്പോ എന്നാ ഉണ്ടായത്? അപ്പോൾ അവര് പറഞ്ഞു, എന്റെ അമ്മയ്ക്ക് ഞങ്ങളുടെ സന്തോഷം ഒട്ടും ഇഷ്ടമല്ല. വീണ്ടും മകൻ പറഞ്ഞു, അമ്മ ഞാനൊന്ന് കോടഞ്ചേരി വരെ പോവാണ്, ഞാൻ ഒരു 9 മണി കഴിയുമ്പോഴത്തേക്ക് എത്തും, എന്തായാലും തിരിച്ചു വരും. അമ്മ എന്നൊക്കെ പറഞ്ഞെങ്കിലും അമ്മ കോടഞ്ചേരിക്ക് അവര് പോകാൻ വേണ്ടി കാറയിലോട്ട് കയറുമ്പോൾ അമ്മ വീടിന്റെ തിണ്ണയിലേക്ക് വന്ന് അപ്പുറ സൈഡിൽ അങ്ങോട്ട് നോക്കിയിട്ട് ഒരൊറ്റ തുപ്പ്, 2ഉം കൂടെ എഴുന്നള്ളുവാന്നൊരു പറച്ചിലും പറഞ്ഞു. അവർ 2ഉം കോടഞ്ചേരിക്ക് പോയേന് അമ്മ എന്തിനാ അവിടെ തുപ്പുന്നേ? അമ്മയ്ക്ക് അസൂയ മനസ്സില്. 25 കൊന്തയും ഡെയിലി കുർബാനയും കാണുന്ന ആളാണ്, ഡെയിലി മുടങ്ങത്തില്ല. പക്ഷെ അസൂയ മൂത്തു. ഇത് ആടിന്റെ സ്വഭാവമാണ്. ശ്രദ്ധിച്ചേ. എന്നിട്ട് ഈ മകൻ എന്നോട് പറയുവാണ്, ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെന്റിൽ എത്തിയച്ചാൽ, ഒരു അഡ്ജസ്റ്റ്മെന്റിൽ. അതായത് ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, എടി നമുക്ക് അമ്മയ്ക്ക് നമ്മൾ അത്ര സന്തോഷിച്ച് ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് വരുവാണ്, നമ്മൾ തമ്മിൽ എപ്പോൾ കണ്ടാലും ചെറുതായിട്ട് വഴക്കുണ്ടാക്കിക്കൊള്ളണം.
ഞാൻ എപ്പം ഇവിടെ വീട്ടിലേക്ക് വന്നാലും ഞാൻ നിന്നോട് പറയും ഇവിടെ 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 ഇട്ടിരിക്കുവാണ്, അത് അവിടെ ഇവിടെ ഞാൻ ഒച്ച വെക്കും. നമ്മൾ അങ്ങനെ ഒന്ന് പരിശോധിക്കുക. അങ്ങനെ ഈ മകൻ ഭാര്യയോട് അഭിനയിച്ച് പറഞ്ഞു, ഒച്ച വെക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ 25 ദിവസത്തെ ധ്യാനം കൂടി കഴിഞ്ഞാൽ എന്തേലും അഭിഷേകം കിട്ടുമോ അത്രയും അഭിഷേകത്തോടെ അടുക്കളയിൽ പ്രശോഭിച്ച മുഖത്തോടെ നിൽക്കുന്നത് മകനും മകന്റെ ഭാര്യയും കണ്ടു. ഇതിന്റെ പേരാണ് അസൂയ. ആരും സന്തോഷിക്കുന്ന ഇഷ്ടമല്ല, ആരും അപ്പുറത്ത് വീട് വെക്കുന്ന ഇഷ്ടമല്ല, അപ്പുറത്തൊരാൾ വലിയൊരു വണ്ടി മേടിക്കുന്ന ഇഷ്ടമല്ല, എനിക്കിഷ്ടമല്ല. ഇത് ആടിന്റെ സ്വഭാവമാണ്. ദൈവവചനം കേൾക്കുന്ന നമ്മളോട് പറയുക, ഈ ആടിന്റെ സ്വഭാവത്തെ ഞാൻ മാറ്റണം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. കാള, ആട് രണ്ടെണ്ണേ കഴിഞ്ഞുള്ളൂ. ഇനി എന്തൊക്കെയുണ്ട്? പ്രാവ്. ബൈബിൾ എഴുതിയിരിക്കുന്നത് വായിക്കുന്നില്ല. പ്രാവിനെ വിൽക്കുന്നവരോട് ഈശോ പറഞ്ഞു, ഇതിനെ എടുത്തോണ്ട് പോവുക, പ്രാവിനെ വിൽക്കുക. എന്താണ് പ്രാവ്? പ്രാവ് ഒരു പാവം പക്ഷിയല്ലേ? ഇവിടുത്തെ സ്കൂളിൽ, ഈ പള്ളിയുടെ പുറത്തൊക്കെ പ്രാവുണ്ട്. പ്രാവ് ഇപ്പൊ നമ്മൾ ഒരു ശല്യം ചെയ്യുന്ന ജീവിയല്ല. പക്ഷെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഫ്രേസ്, ഒരു പ്രയോഗം ഇങ്ങനെയാണ്: പ്രാവിനെ വിൽക്കുന്നവരോട്. അതായത് പ്രാവ് ഒരു പാവം പക്ഷിയാ, അതിനെ മുതലാക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ വെറും പാവ. ഭർത്താവ് ഒരു പാവ, അതാര് മുതലാക്കും? ഭാര്യ മുതലാക്കും. ഭാര്യ ഒരു പാവ സ്ത്രീയാ, അതുകൊണ്ട് ഭർത്താവ് അത് മുതലാക്കും. അപ്പനും അമ്മയും ഒരു പാവ, മക്കള് മുതലാക്കും. വീട്ടിൽ പണിയെടുക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട്, ആളൊരു പാവ, അവനെ കൊണ്ട് നന്നായിട്ട് പണിയെടുപ്പിക്കും. മുതലാക്കുന്ന സ്വഭാവം. ഇപ്പൊ നമ്മൾ ഓർക്കും, നമ്മളൊന്നും ആരും ഇല്ലല്ലോ. ഒരു കുടുംബത്തിലെ ഒരു അനുഭവം പറയാം. 23 വയസ്സുള്ള പെൺകുട്ടി കല്യാണം കഴിഞ്ഞു അവർക്കൊരു കൊച്ചുണ്ട്. ആ കുടുംബത്തിലെ ആ പെൺകുട്ടി, ഇയാള് കൂലിപ്പണിക്ക് പോകുന്ന ഒരു ചേട്ടനാണ്, നല്ല സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. 27-28 വയസ്സ് കാണും. അപ്പോൾ ഇവൻ ഫോൺ കൊണ്ടുപോയി അവിടെ വെക്കും. ഫോൺ, ടച്ച് ഫോൺ കൊണ്ടുപോയി, ഇവന്റെ ഫോണേ അവരുടെ മുറി വെക്കും. അപ്പോൾ ഈ ഫോണ് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ എന്റെ ഭാര്യ ഒരു പൊട്ടിക്കഴുതിയാന്ന് പറഞ്ഞു. സ്വന്തം ഭാര്യയെ കുറിച്ചിടാ നീ അങ്ങനെ പറയാൻ പാടില്ല. നീ താലി കെട്ടിയ പെണ്ണെ നീ പൊട്ടിക്കഴുതാന്ന് വിളിക്കാൻ പാടില്ല. അച്ഛ കേക്ക്, എന്റെ ഭാര്യ ഉണ്ടല്ലോ ഒരു പൊട്ടിക്കഴുതിയാണ്. ഞാൻ ചോദിച്ചു എന്താ കാരണം? അച്ഛ ഞാൻ അവിടെ കൊണ്ട് എന്റെ ഫോൺ ആ മേശപ്പുറത്ത് വെക്കും, ടച്ച് ഫോൺ. ഇവള് രാത്രി 1 മണിക്ക് 1:30 എഴുന്നേറ്റിട്ട് ഇവളെടുത്ത് ഇവളുടെ കാമുകന് മെസ്സേജ് അയക്കും. ഞാൻ ആദ്യമൊക്കെ ചോദിച്ചു, എടീ നീ ഫോൺ എടുത്തായിരുന്നോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ മെസ്സേജ്. ഈ പുള്ളിക്കാരത്തേക്ക് ഡിലീറ്റ് ആക്കാൻ അറിയാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ഡിലീറ്റ് ആക്കാനെങ്കിലും പഠിച്ചിരിക്കണം. ഡിലീറ്റ് ആക്കാൻ അറിയത്തില്ല. അതുകൊണ്ടാണ് ഭർത്താവ് പറഞ്ഞത്, എന്റെ ഭാര്യ ഒരു പൊട്ടിക്കഴുതിയാണ്, മെസ്സേജ് അയച്ചാൽ ആ മെസ്സേജ് ഡിലീറ്റ് ആക്കണ്ടേ. ഡിലീറ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ ഭർത്താവ് ചോദിക്കടി നീ ഫോൺ എടുത്തായിരുന്നോ? അപ്പോൾ ഇവൾ വളരെ സംശുദ്ധമായ ഭാഷ, ഞാനോ ഫോണോ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അങ്ങനെ ഈ മനുഷ്യനത് വിശ്വസിച്ച് കൈയോടെ പിടിച്ചു. എന്നിട്ട് അവളോട് പറഞ്ഞു, നീ എന്നെ നിനക്ക് വേണ്ടെങ്കിൽ നീ അവൻ്റെ കൂടെ പൊക്കോ, ഞാൻ ഇന്ന് ബത്തേരിയിൽ ടൗണിൽ അവരെ വിളിച്ചു വരുത്താൻ പോവാണ്. അവള് പറഞ്ഞു ഓക്കെ ചേട്ടായി ഓക്കെ. അവൻ പോയി ബത്തേരി ടൗണിൽ എനിക്കറിയാവുന്ന ഒരു കടയുടെ മുമ്പിൽ ഈ കാമുകനെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവനോട് പറഞ്ഞു, നിനക്ക് എന്റെ ഭാര്യ ഇഷ്ടമാണ്, കൊണ്ടുപോ, കൊച്ചിനെ കൊണ്ടുപോകാൻ പറ്റിയല്ല. അവൻ പറഞ്ഞു, ഞാൻ അമ്മയോടൊന്ന് ചോദിക്കട്ടെ. അവൻ പോയി അമ്മയോട് ചോദിച്ചു. അമ്മ ഒരു എടുത്തുചാട്ടിക്കാരിയായ അമ്മയാണ്. അമ്മ ആങ്ങളമാരെ വിളിച്ചു പറഞ്ഞു, ഭർത്താവിന്റെ വീട്ടുകാരെ വിളിച്ചു പറഞ്ഞു, ഒരു ജീപ്പ് ആള് ഇതാ ബഹളം വെച്ച് അവരുടെ വീട്ടിലേക്ക്. അവളെ ഞാൻ വീട്ടിൽ കയറ്റിയ കാല് ഞാൻ കൊത്തും. ഭയങ്കര പ്രശ്നമായി. ആ പെൺകുട്ടിയെ പിന്നീട് അടുത്തുള്ള ഒരു കോൺവെന്റിൽ, ഇച്ചിരി ദൂരമുള്ള ഒരു കോൺവെന്റിൽ കൊണ്ടുപോയി അവിടെ നിർത്തിയിരിക്കുക, നാണക്കേട് കൊണ്ട്. അപ്പോൾ ഭർത്താവ് പറയാണ്, ഞാനൊരു പാവമായി പോയത്, അവളെ മുതലാക്കിയതാണ്. ഭർത്താവ് ഒരു പാവ, ഭാര്യ മുതലാക്കും. ഭാര്യ പാവ, ഭർത്താവ് മുതലാക്കും. മക്കള് വിചാരിക്കും അപ്പനും അമ്മയും ഒരു പാവമല്ലേ, അത് മുതലാക്കാം. മുതലാക്കുന്ന സ്വഭാവം ദൈവത്തിന് ഇഷ്ടമല്ല. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഉദാഹരണം പെട്ടെന്ന് പറയട്ടെ. ഒരു കടയിൽ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന മിടുമിടുക്കനായ ചെറുപ്പക്കാരൻ, പക്ഷെ മുതലാളി തന്നെ അവന്റെ കല്യാണം മുടക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവസാനം ചിന്ത, എന്തിനാ ആ പാവത്തിന്റെ കല്യാണം മുടക്കുന്നത്? ഇപ്പൊ മുതലാളി പറയുകയാണ്, അവൻ കല്യാണം കഴിച്ചാൽ പിന്നെ ചിലപ്പോൾ കടയിലോട്ട് വരുമോ? അവനുണ്ടെങ്കിൽ ഞങ്ങളുടെ കടയ്ക്ക് സ്ഥാപനത്തിന് നല്ല ഉയർച്ചയാ. അതുകൊണ്ട് ഈ മുതലാളി തന്നെ ആ പാവത്തിന്റെ കല്യാണം നടക്കാൻ വേണ്ടി അയാൾ ഏതാണ്ടോ കൂടത്തറക്കാരൻ്റെ അടുത്ത് പോയി അവന്റെ കല്യാണം മുടക്കിക്കൊണ്ടിരിക്കുക. ഇത് മുതലാക്കുന്ന സ്വഭാവമാണ്. മുതലാക്കുന്ന സ്വഭാവം പാടില്ല.